ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ എന്താ രാവിലെ കുർബാനയ്ക്ക് താമസിച്ചു വന്നോ? അച്ഛൻ അൽത്താരേന്ന് അത് ശ്രദ്ധിച്ചോ? എടിവണ്ണേ, നിന്റെ അപ്പ ഇസഹാക്കിന്റെ സ്വഭാവം ഇറക്കല്ലേ. അൽമേനികളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആരാ? എന്റെ അച്ചോ, രാവിലെ ആടിനെയും പശുവിനെയും കറന്ന് പാലും കൊടുത്തിട്ടായി ഇങ്ങോട്ട് വരുന്നേ. ഒന്ന് സഹായിക്കാൻ ചാച്ചനെ വിളിച്ചപ്പോ പോത്ത് പോലെ ഒരു ഉറക്കം. അപ്പോ ഇന്നലെ 4 കാലയിലായിരുന്നു അല്ലേ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യുക? പോട്ടെ അച്ചോ, ഇനി ചെന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കാൻ. പിരിവ് മറക്കണ്ട. പോരെ. ഭഗവാനെ, ഈ വെടിപ്പണിക്കാരുടെ പറ്റു മുഴുവൻ തീർത്ത് കിട്ടണേ, അല്ലെങ്കിൽ ഞാൻ അധോഗതിയായി പോവും. മകനെ അയ്യപ്പൻ പിള്ളേ, എന്നെ വിളിച്ചായിരുന്നോ? ആ, നീയായിരുന്നോ? മാത്തുക്കുട്ടി അച്ഛൻ വന്നായിരുന്നോ? എന്റെ മാത്തുക്കുട്ടി ഞാൻ വീഡിയോ ആണോ ആദ്യം ഇറങ്ങുന്നത്? നീ ആ കരിമല സാധനം ഇവിടെ പോയി നോക്ക്. അതൊക്കെ അടിക്ക് മാലില് കൊഴിഞ്ഞു പോകും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവിടെ നീ നിന്റെ കാര്യം നോക്കി പോടാ. ഇയാളിത് എവിടെ പോയി കിടക്കുക? ഞാനൊന്ന് നോക്കിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ചായ കുടിച്ചിട്ട് പോകാം. ആയിപ്പോട്ടോ, ഒരു സ്ട്രോങ് ചായ. നിന്റെ പറ്റ ആദ്യം ഒന്ന് തീർക്ക. ഒരു പറ്റ ആർക്കായാലും തെറ്റും. ഇപ്പൊ പറ്റിയിരിക്കുന്ന എനിക്കാ. പറ്റാൻ കിടക്കണല്ലേ ഉള്ളൂ. അല്ല, നീ ആ മാത്തുക്കുട്ടിയെ തിരക്കി പോകുന്നില്ല? ഏത് മൂത്തുകുട്ടി? പോവാൻ പറ. ഇവിടെ അതിലും വലിയൊരു കുട്ടി വരുമ്പോഴാ. അയ്യപ്പ ചേട്ടാ, ആ പാൽപാത്രം ഇപ്പൊ തരാലോ. അയ്യപ്പേട്ടാ, സലോമി കുട്ടിയുടെ പാത്രം കൊടുത്തേക്കൂ. പാത്രം ഇപ്പൊ കൊടുക്കാവില്ല. നീ പോരാ അവിടുന്ന്. അങ്ങനെ നോക്കല്ലേ, ഹൃദയം തകർന്നു പോകും. പഴം വേണോ? വേണ്ടേ? ഇതാമോളെ കൊച്ചേ, ഞാനും ഇവിടെ 2-3 ആടും മാടുമായിട്ടാ കഴിയുന്നവനാ. എല്ലാവരും കൂടി ഒരുമിച്ച താമസം. നീ പോരാ അവിടുന്ന്. സലോമി വരട്ടടാ. സലോമി കൊച്ചേ, കുറെ കാലമായി ഞാൻ പറയുക, എന്റെ ജീവിതം തകർക്കരുത്. തന്റെ ജീവിതം തകർക്കാൻ ഞാൻ എന്നാ ചെയ്തേ? അറിയില്ല അല്ലേ? ഞാനും പാല് കൊടുത്ത് നടക്കുന്നവനാ. അതിനിടെ കയറി ഒന്ന് ഓവർടേക്ക് ചെയ്ത് പാല് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല അല്ലേ? അതെന്നോട് പറയണ്ട. അയ്യപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ പാല് കൊണ്ടുവരുന്നത്. അയ്യപ്പൻ ചേട്ടൻ അല്ലേലും ഇത്തിരി വലിയ പാത്രം കാണുമ്പോ ഉടനെ ഇളയുന്ന ആളാ. മോനെ ഗോലക്ഷ, പാല് വെള്ളം ചേർക്കുന്ന പോലെ എന്റെ ബിസിനസിനകത്ത് നീ വെള്ളം ചേർക്കല്ലേ. ഇല്ല, ചേർക്കാറില്ല. കുട്ടി ധൈര്യമായിട്ട് കൊടുത്തോളൂ. പാല് മാത്രമല്ല, തൈരും മോരും രസം സാമ്പാറും എല്ലാം കൊടുത്തോളൂ. കുട്ടിക്ക് ലക്ഷക്കണക്കിന് അധ്വാനിക്കാത്ത തൊഴിലാളി വർഗത്തിന്റെ ജനപിന്തുണയുണ്ട്. തൽക്കാലം വേണ്ട. നീ ആരെ അമ്മ നമ്പ്യാരെ മോനോ? അല്ല, വീരപ്പാടെ. അയ്യോ, ഇവിടുത്തെ സംഭവങ്ങളൊന്നും അയാൾ അറിയാണ്ടിരുന്നാ മതിയായിരുന്നു. ആര്? നമ്മുടെ ഇത്താക്ക്. ശാസ്ത്രനോട് ചോദിച്ചാൽ ശരിയാവോ? അതെങ്ങനെയാ? പാര ഏതാ ആളാതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഒന്നുമില്ല, ഞാൻ വെറുതെ ഇത്താക്കേട്ടനെ പാറ മോളിന്ന് തള്ളിട്ടിട്ട് നമ്മുടെ തല അതിന്റെ ഇടയിൽ പെട്ടാൽ പിളങ്ങി. തമാശ പറയാതെ കാര്യം പറ. അല്ല, പാർട്ടി സമ്മേളനത്തിന്റെ പിരിവ്. നിനക്ക് മാത്തൂട്ടി കൊണ്ട് കള്ളു കുടിക്കാനും പെണ്ണുപിടിക്കാനല്ലേ? ചില്ലി കാശ് തരില്ല. അല്ല, അത് കൊടക്കരുത്. കൊടക്കരുന്ന് പറയാൻ വന്നാ. ഇങ്ങോട്ട് വന്നാലും വേണം പാറയുടെ അടിയിൽ ആലോചിക്കായിരുന്നു. സാറാമടുത്തേ എന്നെയാടാ ജോസൂട്ടി? മാത്തുകുട്ടി ചാന കണ്ടായിരുന്നോ? അയാളെ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ വേറെ ആര് കാണാനാ? അതുകൊണ്ടുള്ള അയാൾ ഈ പരുവായത്. ചായ ഇങ്ങോട്ട് വന്നായിരുന്നോന്ന് ചോദിച്ചാ. അതിന് പകൽ അയാളെന്നെ കണ്ടാ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ? പതുക്കെ പറ, നാട്ടിക്കില്ലേ ഇയാളിത് എവിടെ? ദൈവമേ, ഇതാരിക്കണേ. ഹായ്, കല്ലുകൊണ്ട് ലഡ്ഡുണ്ടാക്കി പഠിക്ക. നമ്മുടെ മാത്തുകുട്ടി ചാന കണ്ടായിരുന്നോ? മുത്തു പൊയ്യാണെ ഞാൻ എടുത്തോളാം. കുട്ടി അതോർത്ത് വിഷമിക്കണ്ട. മാത്തുകുട്ടി ചാന കണ്ടായിരുന്നോന്ന്? എന്നാത്തിനാടാ ഇപ്പൊ മാത്തുക്കുട്ടി ചായനെ അന്വേഷിക്കുന്നേ? ടൗണിലൊരു കോളത്തുണ്ടേ, തിരുവനന്തപുരം വരെ ഒന്ന് പോവും ചെയ്യാ. 1500 രൂപ വീഴും ചെയ്യും. ഏതവനെയാടാ കുപ്പിയിൽ ഇറക്കിയത്? 2 മിനിറ്റ് ആ ചുറ്റിയും തരാമോ? എന്നത്തിനാ? ഞാൻ ആ കരിമരുന്നിന്റെ പണി 5 മിനിറ്റിനുള്ളിൽ തീർത്തരാം. മോനെ, അത് ഇത്തിരി കൂടിയോന്നൊരു സംശയം. പണ്ട് ഞാൻ ഈ അടിവാരത്ത് കാലുകുത്തിയപ്പോ ചില എംബോക്കികൾ വിചാരിച്ചു ഇത്താക്ക് ഒരു ഉണ്ണാക്കനാണെന്ന്. നാ കേട്ടോ, കുത്തെ മരത്തിൽ ഞാൻ. എനിക്കതൊരു പുത്തരിയല്ല. ചോരമയം കണ്ടാലേ ഉറക്കം വരുമെന്നൊരു കാലം ഉണ്ടായിരുന്നു ഇത്താക്കിന്. അറിയാതെ അതുപോരാ കാണണ്ടവനൊക്കെ. എന്റെ ഇത്താക്കേട്ടാ, ഇനി പഴങ്കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ വീട്ടിലോട്ട് ചെന്നാട്ടെ. ആ പെങ്കൊച്ചവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ.
അടിവാരത്തെ ഒരു ചെറ്റ് അവളെ തുഴയല കുത്തി മഴത്തും ഞാൻ. നിയമവും കോടതിയൊക്കെ ഇത്താക്കിന് പുല്ല. ജയിലെങ്കിൽ ജയില്, കൊലപരമെങ്കിൽ അങ്ങനെ. പഴയ ഉശിരുള്ള പോലീസുകാരന്റെ കിടപ്പ് കണ്ടില്ലേ? പാലക്കാട്ടെ ഇരട്ടക്കൊലപാതക കേസിൽ തലവാര കഴിക്കില്ലേ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ട്. എന്നിട്ടാ വീരവാദം. പള്ളിയിൽ അച്ഛൻ ഈ അടിവാരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം മൂപ്പർക്ക് ഈ പ്രസംഗേ ഉള്ളൂ, പ്രവൃത്തിയില്ല. ആറാട്ടല്ലേ? എടി സലോമേ, എന്നാത്ര ചാച്ചൻ രാവിലെ വിളിച്ചു പോകുന്നേ? എടി എന്റെ ആ പുത്തൻ ഉടുപ്പ് എവിടെയെന്ന്? ചാച്ചനൊന്ന് നോക്കിയില്ലെന്നാ? എല്ലാ കാര്യത്തിനും സലോമിയെ സലോമിയെ. ഇതെങ്ങനെ അവിടെ വന്നു? ആഹാ, ഇന്നലെ രാത്രി വന്ന് ഇതിപ്പൊ തന്നെ നനച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയത് ഓർമ്മയുണ്ടോ? അതെങ്ങനെ വല്ല ലെവലും ഉണ്ടായിട്ട് വേണ്ടേ? ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ലല്ലേ? ആ, ഇനി ഞാൻ ഉണക്കിയും കൂടെ തരാം. നീ കിടന്ന കായ എവിടെ? നീ മോട്ടിച്ചാണ്. ആ, പിന്നെ എനിക്കതല്ലേ പണി. കിട്ടുന്ന കാശ് മുഴുവൻ ഷാപ്പിൽ കയറി കളയുമ്പോ ഓർക്കണം. എന്നിട്ട് ഞാൻ പൊട്ടിച്ചെന്ന്. നീ എന്തൊരു കഴിക്കാൻ എടുത്തു വെക്ക്. രാവിലെ മൈക്കിളത്തിനെ കാണാന്ന് പറഞ്ഞില്ല. അപ്പൊ ഇന്ന് മടയിൽ പോകുന്നില്ലേ? ഓ പോന്നു. അച്ഛനെ കണ്ടിട്ട് ആ വഴിക്കാൻ മടയിലേക്ക് പോന്നു. ഇന്നും നിനക്ക് നശിച്ചൊരു ഉപ്പാവ് മാത്രമേ ഉള്ളൂ. അതെ, രാവിലെ എണീറ്റ് ആടുകളെയും കറന്ന് പാലും കൊണ്ട് കൊടുത്ത ശേഷം ഇതെങ്കിലും തട്ടിക്കൂട്ടുന്നില്ല എന്നല്ല. ഇതിനെന്നെ ഇപ്പൊ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇതങ്ങോട്ട് ഇറക്കാനും ഇറക്കിയതിന് ശേഷം ആ കുഴപ്പം. ഉച്ചയ്ക്ക് ഇത് തന്നെയാ. സന്തോഷം. കയ്യുടെ ഒരിത്തിരി വെള്ളം എടുക്ക. അതെ, എനിക്കൊരു 25 രൂപ വേണം. അത്രയും മതിയോ? അത് ഒരു അത്യാവശ്യ കാര്യത്തിന്. ഒരു ചില്ലി കാശ് ഞാൻ തരത്തില്ല. ഈ പാലും മുട്ടയും വിറ്റ് നീതൊക്കെ കൂട്ടിയൊക്കെ തന്നാതിനാ? പിന്നെ ചാച്ചന്റെ കെട്ടിലെടുത്തിന് ഒരുപാട് ചെലവില്ലേ, അതിനാ. നിന്റെ ആടിനെയും കോഴിയൊക്കെ വെട്ടിയെടുത്താൻ ദൂരെ അറിയും. അവളുടെ ഒരു സമ്പാദ്യം. പോകുന്ന വഴിക്ക് കവലേന്ന് 2 പഴം കൂടെ വാങ്ങിച്ചോ. അതെ, വലിയ സ്നേഹമൊന്നും വേണ്ട. ആ, വൈകിട്ട് വരുമ്പോഴേ 4 കാലത്തിന് വരണം കേട്ടോ ചേച്ചാ. എവിടെയാ? പാൽക്കാരി പാൽക്കാരി കാട്ടിലാടിനെ മേറ്റി നടക്കും കസവു തട്ടക്കാരി കസവു തട്ടക്കാരി. ലോമി കൊച്ചെ, കുറച്ചു കാലമായിട്ട് ഞാൻ പറയുവാ എന്റെ പാലി പാറ്റ ഇടരുതെന്ന്. കൊച്ചു പാല് കൊടുത്ത് തുടങ്ങിയത് മുതൽ എനിക്ക് കച്ചവടം തീരെ ഇല്ലാതായി. സാരമില്ല, പറഞ്ഞോട്ടെ, എനിക്കത് ഈ സങ്കടമൊന്നുമില്ല. പക്ഷെ ലോമി അല്ലാതെ വേറെ വല്ലവരും ആണെങ്കിലുണ്ടല്ലോ അവിടെ ജീവിതത്തിൽ പിന്നെ അവള് പാല് ഇറക്കത്തില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾക്ക് 2 ആൾ കൂടെ ചേർന്ന് പാല് കച്ചവടം നടത്താം. ഒത്തിരി പശുക്കളെയൊക്കെ വെച്ച് ഒരു ഹോൾസെയിൽ പാൽ കമ്പനി. നമ്മുടെ പാൽ കമ്പനി ഇങ്ങനെ മിൽമ പോലെ വികസിച്ച് പോവില്ല. ഇതോടെ കേട്ടോളൂ. പിന്നെ നമ്മുടെ കമ്പനിയിലെ ലോമി മേസി, സിന്ധു, കൊറസോവ, നെപ്പോളിയൻ, വെച്ചൂർ പശുക്കൾ വരെ ഉണ്ടാവും. പിന്നെ ജമുന പ്യാരി. ആരും അറിയത്തില്ല ടോമി. ആരും കണ്ടില്ല. ഓളെ സലോമിയെ, നീ തന്നെ പിണങ്ങിയിരിക്കുവാന്നോ? നോക്കിയേ, ചാച്ചൻ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ചാച്ചന്റെ പുന്നാര മോളെ. പുന്നാര മോള്? ചാച്ചൻ അങ്ങനെ ഒരു വിചാരമുണ്ടോ? എങ്കിൽ ചാച്ചൻ ഇങ്ങനെ പാതിരാത്രി വരെ കള്ളം കുടിച്ച് നടക്കോ? അത് ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അതുകൊണ്ടല്ലേ ആർക്ക് വേണേലും എന്നെ വേണേലും പറയുകയും ചെയ്യാമല്ലോ. അതിന് ചാച്ചൻ എന്നെ അല്ലേ? എന്നാ പറ്റി മോളെ? എന്നെ ആരെന്നാ പറഞ്ഞുന്നാ? രാവിലെ ഞാൻ ആടുകളെയും കൊണ്ട് പോയപ്പോ ആ ഗോപാലൻ എന്റെ പുറകെ വന്നു. എന്നിട്ട്
അയാൾ എന്നെ സാരമില്ല, നീയേ കഥ പറഞ്ഞ് കിടന്ന് ഉറങ്ങിക്കും. ചെല്ല തല്ലിന് വഴക്കിനൊന്നും പോണ്ട ചാച്ച. കിടന്ന് ഉറങ്ങണേ. ഗോല കഴിവുള്ള മോനെ ഇറങ്ങി വേണ. എന്താ മോനില്ല അവിടെ? എന്നതാ ഇത്താക്കെ? എന്നാണ് അവനോട് ചോദിച്ചു നോക്ക്. വിളിച്ചിറക്ക, ഇല്ലേ അതോട്ട് കയറും. ഇതെന്തിനാ മനസ്സിലാവണ? എന്തിനാ? ഒരവസ്ഥ പറ്റിപ്പോയതാ. അയ്യോ, എന്റെ ചേട്ടനൊന്നും ചെയ്യല്ലേ. എന്നതാടാ ഇത്? ഇതെന്തിനാ മനസ്സിലായോ? ഇനി ഇതുപോലെ അബദ്ധം പറ്റാതിരിക്കാൻ. എന്റെ പൊന്നേ, അവൻ എന്നാ ചെയ്തിട്ടാ നീ പോക്കൃതരം കാണിക്കുന്നേ? അവൻ കാണിച്ച പോകൃതരം ഈ പെങ്കൊച്ചൂടായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ കൊള്ളുകയല്ല. നീ ഇതുപോലെ കാണിച്ച കഴിവുള്ള മോനെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്നാ പറ്റിയിടാ നിനക്ക്? പറ്റി ആ പിള്ളേർ പ്രായപൂർത്തിയായ കെട്ടിച്ചയക്കള് തന്നെയാണ് പറഞ്ഞു നടക്കുന്നത്. പല്ലും പോയി പിന്നെ കരിപ്പൊടിയായിട്ട് നീയൊക്കെ കാരണമായ എന്റെ കല്യാണം നടക്കാത്തത്. അനീതിയല്ലേ, അക്രമമല്ലേ, അപമാനമല്ലേ, ആക്രോശമല്ലേ, ആവശ്യമല്ലേ, അപാസമല്ലേ, അവകാശമല്ലേ, ആവശ്യമല്ലേ, അതല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോയാണ്. പാറമട തൊഴിലാളിയോ പാൽക്കാരൻ തൊഴിലാളി ആയിക്കൊള്ളട്ടെ, അത് അടിവാരത്തിലോ ആസ്ട്രേലിയയിലോ ആയിക്കോട്ടെ, അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന വധശ്രമങ്ങളിൽ ശക്തിയുക്തം പ്രതിഷേധിച്ചുകൊണ്ട് മാത്തുകുട്ടിച്ചായന് വേണ്ടി ഈ പാറമട തൊഴിലാളികളുടെ ആവേശവും അപമാനവുമായ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാണ്, അപേക്ഷിക്കാണ്. ഇതിനെതിരെ ചോരയും നീരും കൊടുത്ത് ചോര കൊടുക്കണ്ട ഞാൻ പറയായിരുന്നു. അവിടെ ചോരയും നീരും കൊടുക്കണ്ടല്ലേ? എങ്കി വേണ്ട. എന്റെ സാറാമ്മടുത്ത് ഞാൻ അറിയാൻ മേലാ ഞാൻ ചോദിക്കാം. ഇതിന് തക്കവണ്ണ ഗോപാൽ എന്നാ ചെയ്യുന്ന പറയുന്നത്? പാലിത്തിരി വെള്ളം ചേർത്തുന്നല്ലേ ഉള്ളൂ. അല്ലല്ല, അയാൾക്ക് ഒരു പിരി ലേശം ലൂസാ. പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു വർത്താനവും ചിരിയും. അത് പിന്നെ ചിരിക്കാനും വർത്താനം പറയാനും പാകത്തിന് അവള് നിറഞ്ഞു നിന്നോടുത്തിട്ടല്ലേ. ഇനി അഥവാ ചിരിച്ചെന്നോ രണ്ട് കൊച്ചു വർത്താനം പറഞ്ഞു ധരിച്ച് എന്നതാ കുഴപ്പം? ആണുങ്ങളായ പെണ്ണുങ്ങളെ കണ്ടാന്ന് ചിരിക്കും, ഒരു ടച്ചപ്പൊക്കെ നടത്തിയിരിക്കും. ഇത് അതൊന്നും ആയിരിക്കത്തില്ല. ഇല്ലെങ്കിൽ ഇത്താക്കിയിട്ട് അങ്ങനെ ചെയ്യില്ല. ഓരോരുത്തരുടെ വക്കാലത്ത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞോണ്ട് വരുന്നത്. അത് മാന്തിയോണ്ട് പറഞ്ഞാൽ മതി. ഇവിടെ ഒറ്റ ഒരുത്തിയാ ഇതിനെല്ലാം കാരണക്കാരി. നീ വാടാ ജോസൂട്ടി. പരിശുദ്ധാത്മാക്കൾ തമ്മിലാവുമ്പോ പലതും പറയാൻ കാണും. അതിനിടയിൽ നമ്മൾ നിൽക്കണ്ട. പോട്ടേന്ന് പറയുന്നില്ല സിസ്റ്റർ. ചാച്ചനെ കൊണ്ടുവന്ന് തല്ലു കൊള്ളിച്ചാലോ? നീ വാടാ. നീ പൊടി അയച്ചാണ്. എന്താ ചാൻസ് ഇതൊക്കെ? നിന്റെ ചാച്ചനെതിരായിട്ട് ആ യൂണിയൻ ജോസൂട്ടി വെടിപൊട്ടിക്കുക വൃത്തികെട്ടവൻ. ചാച്ചനെവിടെ? പള്ളിയിലേക്ക് ഉടൻ ചെല്ലണമെന്ന് പറഞ്ഞ ആള് വന്നു. അങ്ങോട്ട് പോയിരിക്കുക. രാവിലെ വീട്ടിൽ നേരത്തെ ഇറങ്ങിപ്പോയി. ഒന്നും മിണ്ടിയതുമില്ല, ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ എടുത്തുമില്ല. മൈക്കിളച്ചൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഇപ്പൊ അച്ഛന്റെ ഉപദേശം പൊടി പിടിക്കുന്നുണ്ടാവും. ഏതായാലും നിന്റെ ചാച്ചനല്ലേ ആള്. ഈശോ മിശിഹായ്ക്ക് സ്വീകരിക്കട്ടെ ചോ. വേഗം വരണമെന്ന് കപ്പ്യാരും മടയെന്ന് പറഞ്ഞു. എന്നാച്ചോ കാര്യം? കാര്യം എന്താണെന്ന് നിനക്കറിയാമല്ലേ? നീ ആ പാൽക്കാരൻ ഗോപാലിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഒരു ബഹളം ഉണ്ടാക്കി. അതാണോ കാര്യം? അതെന്നാ അത് കാര്യമല്ലേ? എടാ, പന്തീരാണ്ട് കാലം കുഴലിലിട്ട നായയുടെ വാല് പോലാണല്ലോടാ നിന്റെ കാര്യം. അച്ചു അതിനൊക്കെ കാര്യം ഉണ്ടായിട്ടാ. എന്നാ കാര്യം? അർദ്ധരാത്രി വീട് കയറി തല്ലാൻ വേണ്ടി വല്ല കാര്യം ഉണ്ടായോ? പകൽ അവനെ കാണുമ്പോ വിളിച്ചൊന്ന് ഗുണതൊഴിച്ചു വിട്ടാ പോരെ? എടാ, ഞാൻ ബെഞ്ചരിച്ച് തന്ന ഈ കൊന്തയും കഴുത്തിലിട്ടുണ്ട്. അടിപിടിക്ക് പോകരുതെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ സംയമനം പാലിക്കണ്ടേടാ. എന്ന് പറഞ്ഞ എങ്ങനെ അച്ചു? പോക്കൃതം കാണിച്ച കൊന്തയെ പിടിച്ച് ജപിച്ചോണ്ടിരുന്നാ മതിയോ? അന്നേരം ദേഷ്യത്തിന് എന്തൊക്കെ ചെയ്തു? അച്ഛൻ ക്ഷമി. അയ്യടാ, നാണമില്ലല്ലോടാ ഓരോ തവണയും വന്ന് അച്ഛൻ ക്ഷമി അച്ഛൻ ക്ഷമി എന്ന് പറയാൻ. എടാ ഇതൊക്കെ നീ പഴയ പോലെ ഒന്നും ആകരുതെന്ന് കരുതിയാ ഈ പറയുന്നേ. കെട്ടുപ്രായം തിരഞ്ഞിരിക്കുന്ന ഒരു മോളുണ്ട് നിനക്ക്, അത് ഓർമ്മ വേണം. ആ ഓർമ്മയുള്ളോണ്ട് അച്ഛൻ ഇടയ്ക്കിടയ്ക്കല വായുവൊക്കെ കണ്ടിട്ട് പൊട്ടിക്കേണ്ടി വരുന്നേ. ആഹാ, നിനക്കൊരു മോളുണ്ടെന്ന് കരുതി നാട്ടുകാരുടെ എല്ലാം പുറത്ത് കുതിര കയറിയാ വേണ്ടേ? എടാ നീ വേഗം പോയി ഒരു ചെക്കനെ കണ്ടുപിടിക്കേ, എന്നിട്ട് കല്യാണം വേഗം നടത്ത്. പറഞ്ഞു കേട്ടോ? ആ ഓക്കോ. ഇനി ഇതുപോലെ ഒന്നും കേൾക്കാൻ ഇട വരുത്തരുത്. നേരെ മടയിലോട്ട് പോണം. ആ കള്ളിടാപ്പുകാരി ഇരിക്കരുത്. അയ്യോ, ഇപ്പം പകലില്ലേ? ഓ, അതിനും കൂടെയുള്ള രാത്രിയിലുണ്ടല്ലോ. ചെല്ല് ചെല്ല്. താനിങ്ങി വന്നേ. ആ എന്നാ മോളെ? ഇതെന്നതാ? വട, നല്ല ഒന്നാന്തര ഉഴുന്നു. അത് മനസ്സിലായി. തന്റെ കടയില് വട ചെറുതാകും തോറും വില കൂടിക്കൊണ്ടിരിക്കല്ലയോ? അത് പിന്നെ നാട്ടു നടപ്പല്ലയോ? സാറാമ്മ കൊച്ചിന് അറിയാൻ മേലെങ്കിൽ പിന്നെ ആർക്കാ അറിയാവുന്നത്? തന്റെ ഒരു ഉണക്ക തമാശ രാവിലെ വിളമ്പല്ലേ? മൂത്ത് കുറച്ച് വടിയാകാറായി. എന്നിട്ട് ശൃംഗരിക്കുന്നതിന് ഒരു കുറവുമില്ല. എന്റെ കൊച്ചെ കുഞ്ഞോമനെ,
പാമ്പും പഴയത് തന്നെയാ നല്ലത്. പോടാ അവിടുന്ന്. ഞാൻ പറഞ്ഞു സകല കാര്യങ്ങളും ഏറ്റവും ചതിക്കല്ലേ? ഇനി മാത്തുകൂട്ടിച്ചാന്ന് കണ്ടാ മതി. ഇപ്പോ അതെ വീണാ കിട്ടി. മിസ്സായിപ്പിള്ള പ്ലീസ് ഗീവ് മി വൺ ചായ്. എന്തോ ഇംഗ്ലീഷ് മനസ്സിലായില്ലല്ലേ? ഇല്ല. ഉസ്കൊള്ളി പോണം. ഒരു ചായ താടോ. ഒടുക്കത്തെ 5-6 മാസത്തെ കണക്ക് ഇനിയും ബാക്കിയുണ്ടല്ലോ. അതൊക്കെ എന്നാ തരുന്നേ? ഇതിരിക്കുമ്പോ എന്തിനാ പേടിക്കുന്ന എന്റെ ചേട്ടാ? അതൊക്കെ മാത്തുകുട്ടി ചായ തീർത്തോളൂ. എടാ ഞാൻ തീരുന്നതിന് മുമ്പ് അത് നടക്കുവോ? അതെന്തായാലും ഉണ്ടാവും. കണക്ക് തീർത്തില്ലെങ്കിലും പിള്ളച്ചാറിനെ തീർത്ത് വരും. ഇപ്പൊ ചായ എടുക്ക്. 2 വടം കൂടി വേണേ. എല്ലാവരും ഉണ്ടല്ലോ, നന്നായി. മാത്തുക്കുട്ടി ചായന്റെ ഒരു അറിയിപ്പുണ്ട്. പാറമട തൊഴിലാളി യൂണിയൻ മെമ്പർമാർ നൽകേണ്ട മാസവരി ഈ മാസം മുതൽ 10 രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ മാസമല്ലേ 5 രൂപ കൂട്ടിയത്? അതെ. അപ്പൊ എല്ലാ മാസം ഇങ്ങനെ കൂട്ടിയാലോ? അത് കഴിഞ്ഞ മാസത്തെ, ഇത് ഈ മാസത്തെ. മെമ്പർമാര് ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഈയെടാ. സാറാമ്മ ചേട്ടത്തിക്ക് ഈ വർധനമൊന്നും ബാധകമല്ലെന്നാ മാത്തുക്കുട്ടി ചായം പറഞ്ഞിരിക്കുന്നത്. അല്ലേലും ചേട്ടത്തിക്ക് ഒരു വർധനവും ബാധകമല്ലല്ലോ. പിന്നെ മാറ്റി വെക്കണം. ചെറിയൊരു ടച്ചപ്പ്. താങ്ക് യു. അതാരാ വന്നിരിക്കുന്നെന്ന് നോക്കിയാൻ. അങ്ങോട്ട് നോക്ക്. പിന്നെ ജാൻസി കുട്ടിക്ക് സൗജന്യമുണ്ട് കേട്ടോ. റിബേറ്റ്. ഇത് യൂണിയൻ തീരുമാനമല്ല, എന്റെ സ്വന്തം റിസ്കാ. മാത്രമല്ല ജാൻസി കുട്ടിക്ക് കൂലി കൂട്ടിത്തരാൻ ഞാൻ കോൺട്രാക്ടറുമായി സംസാരിക്കുന്നുണ്ട്. അതും എന്റെ സ്വന്തം റിസ്കാ. പിന്നെ കൂലി കൂടുമ്പോ വേല കൂടും. കൂലി വേലയൊക്കെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും കോരങ്ങൻ. എന്റെ മുഖം കണ്ടപ്പോൾ കുട്ടിയുടെ അച്ഛന്റെ മുഖം ഓർമ്മ വന്നല്ലേ? താങ്ക് യു. ഇതും കൂടി മിണിങ്ങിക്കോ. കേറ്റാങ്ങട്. എത്ര നാളെ ഞാൻ പട്ടി ചന്തയ്ക്ക് നടക്കണേ. അതിന് തന്നില്ലെങ്കിൽ കാണിച്ചൂടാ. അല്ല കേട്ടാ, യൂണിയൻ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞു കാണില്ലല്ലേ? ഈ മാസം മുതൽ മാസവരി 10 രൂപ കൂടുവാ. ഈ മാസം മുതലെന്നല്ല, ഇനി ഒരു ചില്ലി കാശ് ഇത്താക്ക് യൂണിയന്റെ പേര് തരത്തില്ല. യൂണിയൻ എന്നും കോപ്പൊന്നും പറഞ്ഞ് നിന്റെയൊക്കെ കൊള്ളയടിക്കൽ മതി. നീ നിന്റെ മാത്തുകൂട്ടുകൾ പറഞ്ഞാൽ ഇത്താക്കട്ട പ്രശ്നാവും. എന്നാ പ്രശ്നമാടാ പുല്ലേ? അല്ല, ഞങ്ങളുടെ കാര്യം പ്രശ്നമാവെന്ന് പറയായിരുന്നു. അതിന് വല്ല പ്രശ്നമുണ്ടോ? ഇപ്പൊ പോ. അതിന് ചൂടാവണേ. പോടാ. ഞാൻ പോവാൻ തന്നെ തീരുമാനിക്കണേ. ആരാവൻ? ഇവിടെ എന്നെ വെല്ലുവിളിക്കാൻ ആരാവൻ? സമ്മതിക്കല. വരത്തന്മാരിവിടെ അങ്ങനെ വിളയാൻ ഞാൻ സമ്മതിക്കല. ഇവിടെ എന്റെ യൂണിയൻ, എന്റെ നിയമം, അതനുസരിച്ചേ പറ്റൂ. അതിനെതിരായിട്ട് ആരെങ്കിലും കളിച്ചാലേ, വരത്തന്മാരാരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിലേ കരിമരുന്ന് കുത്തിക്കയറ്റി വാക്യത്തെ കത്തിക്കും. എല്ലാവരും കൂടിയായി പറയുന്നേ. മാത്തുക്കുട്ടി, ആ മൈക്കിളച്ചൻ സഹായിക്കാനുണ്ടെന്ന പവർ അയാൾ കാണിക്കുന്നത്. അയാള് മൈക്കിളച്ചനല്ല, സൈക്കിളച്ചനാ. കുറച്ച് കരിമരുന്ന് അയാളുടെ അണ്ണാക്കിലും തള്ളാം. മൈക്കിളച്ചനല്ല, തിരുസഭ മുഴുവൻ ഇളകി വന്ന അയാളുടെ കൂടെ നിന്നാലും എനിക്ക് പുല്ല. അയാളുടെ കൂടെ കാലുനക്കുകളുണ്ട് ഇവിടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ കാലമായിട്ട് നോക്കുക. വാടാ, ഓടിയങ്ങട്. ഓ, ഈ ടൗണിലെ ചന്തയിലൊക്കെ എന്നാ തിരക്കാ. രാവിലെ മുതൽ ഞാനും മൈക്കിളച്ചനൂടെ നടന്ന് തളർന്നു. പിന്നെ പള്ളിക്കാരുമാണല്ലോ എന്ന് വിചാരിച്ച ഞാൻ അച്ഛനോട് പറഞ്ഞു, ആഴ്ചയിലുള്ള സാധനോട് ഇപ്പൊ മാസത്തിൽ ഒരിക്കലാട്ടെ. ഇതിമ്മ മെനക്കെടാന്നേ. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് 2 വീശാനും പറ്റിയില്ല. നീ എന്നാ ഒന്നും മിണ്ടാതെ? ചാച്ചൻ സൂക്ഷിക്കണം. ആരെ? അച്ഛനെ? അല്ല, ആ ജാൻസി മോളമ്മയും പറഞ്ഞ ഞാൻ അറിഞ്ഞത്. കാര്യം എന്നാന്ന്? ഇന്ന് ചാച്ചൻ ഇല്ലാത്ത സമയത്ത് ആ മാത്തുകുട്ടി പാറമടയിൽ വന്ന് ചാച്ചനെ എന്തൊക്കെയോ ചീത്ത പറഞ്ഞെന്ന്. അയാള് പന്നയാ, വൃത്തികെട്ടവൻ. എന്ത് ചെയ്യാൻ മടിക്കാത്തവനാ. അതാണോ കാര്യം? അവൻ എന്നെയൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ പുന്നാര മോൾ എന്നോട് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ നോക്കിക്കോളാം. ഇത് ഞങ്ങൾ ആണുങ്ങൾ എന്നുള്ള കാര്യമാണ്, ഞങ്ങൾ തീർത്തോളാം. ഇച്ചിരി ചമ്മന്തി എടുക്കും. ഒടുവിൽ ചമ്മന്തി ആവുമ്പോ പഠിച്ചോളൂ. അവിടെ കിടക്കും മനുഷ്യ, രാവിലെ പോവാം. അത് പറ്റത്തില്ല, എനിക്കിപ്പൊ പോണം. ഓ, കൊച്ചു വെളുപ്പാങ്കാലത്ത് സാറാമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നാട്ടുകാർ കണ്ട മാത്തുക്കുട്ടി സാറിന് കുറച്ചില്ലല്ലയോ? അവിടെ കിടക്കണോ, രാവിലെ പോ. അതല്ല സാറാമോ, നാളെ പുതിയ കോൺട്രാക്ടർമാർ വരിക. അവർക്ക് താമസിക്കാൻ ഒരു വീട് വേണമെന്ന് പറഞ്ഞു. ഇതുവരെ ശരിയായിട്ടില്ല. അതിരാവിലെ ഒരു സ്ഥലം വരെ പോവുക. അതാ നീ ആ ജുബ എടുത്തേ. ആരാ പുതിയ കോൺട്രാക്ടർ? അതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട കക്ഷികളാ. ചെറുപ്പക്കാരി പിള്ളേര് വല്ലതാണോ? പിള്ളേരാ, നല്ല ഒന്നാം തരം ഉശിരുള്ള ചെറുപ്പക്കാരാ. നിന്റെ കരിമരുന്നിലൊന്നും അവര് പൊട്ടുകയല്ല എന്റെ സാറാമ്മേ. കിടന്ന് വിളിച്ചു കൂവാതിടോ, ഇത് മിണ്ടാപ്രാണികളാ. പെണ്ണേ, വിളിച്ചെടുത്തോണ്ടല്ലോ. പെണ്ണോ? താൻ ആരെയാ പെണ്ണെന്ന് വിളിച്ചത്? അപ്പൊ നീ പെണ്ണല്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഈ രൂപമുള്ളതിനൊക്കെ പെണ്ണെന്നാ പറയുന്നത്. ഇവിടെ എന്നാ പറയുന്നത്?
കൊരങ്ങ്. ആ അത് പറ. അപ്പൊ കറങ്ങേ ഒന്ന് മാറിക്കേ, ഞങ്ങൾ പോട്ടെ. ദേ ലോറിക്കാരെ തന്നെ ഞാൻ. നിന്നെ ലോറി കയറ്റി കൊല്ലുവേ. ഓഹോ, കൊല്ലുമെന്നോ? ഈ അടിവാരത്ത് വന്നിട്ട് ഈ സ്ഥലവുമേ ലോറി കയറ്റി കൊല്ലുമെന്നോ? എങ്കി ഞാൻ തന്നെ കാണിച്ചു തരാവിടോ. അയ്യോ നാട്ടുകാരെ, ഓടി വരുന്നേ. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ കരയല്ലേ. എന്റെ തൊണ്ട, പെങ്ങളെ ചതിക്കല്ലേ. അയ്യോ, നാട്ടുകാരെ വെച്ചല്ലേ. അയ്യോ അയ്യോ, എന്റെ തൊണ്ട, ഇയാളുടെ തൊണ്ട. നിർത്തടി, നിന്തി പോരുത്. സ്ഥലം മാറി. ലോറിക്കാരൻ പാണ്ടി. ചേട്ടോ 2 ചായ ഇങ്ങെടുത്തേ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ജെയിംസ് ഊട്ടി. ഇത് അപ്പുവട്ടൻ, മടയിലെ പുതിയ കോൺട്രാക്ടറാ. ഇതെവിടെ ആയിരുന്നു? താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഒപ്പിച്ചത്. അത് അഡ്വാൻസ് കൊടുക്കാനും പറ്റി ഓടി നടക്കായിരുന്നു. എന്നിട്ട് ഒത്തോ? പിന്നില്ലേ, കാശിച്ച് വിടുകയല്ല. അത് സാരല്ല, ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവ നോക്കുള്ളൂ. എന്റെ അസിസ്റ്റന്റാ ജോസൂട്ടി. ഞാൻ ഗോപാലൻ, ഇവിടുത്തെ. വാ വാ. ഞാൻ വരുന്നേ. ഇത്താകട്ടെന്ന് മട പോയില്ലേ? ഇല്ല. അതാരായി ഇത്താക്ക? ആ, ഇസഹാക്കെന്നാ പേര്. ഒരു പഴയ പോലീസ്. പിന്നെ കുറെ കാലം ജയിലിലായിരുന്നൊക്കെയാ കഥ. ഇപ്പൊ ഇവിടെ ഈ പാറമടയല്ല. ആ എന്താ? ഏയ് ഒന്നുമില്ല. ഇതൊന്ന് ഒപ്പിക്കാൻ പറ്റ പാട്. ഇന്ന് രാവിലെ ശരിയാക്കി എടുത്തു. എന്നാ ബ്യൂട്ടിയാ, സഹിക്കില്ല. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കഥാ കവിത എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, തക്ക തക്ക തക്കാന്ന് വരും. പാറ പൊട്ടുന്ന പോലെ അത്ര ബ്യൂട്ടിയാ. കഥയും കവിത എഴുതാനല്ല ഇവിടെ വന്നത്. എന്നാ വേണ്ട. അടുക്കള പണിക്ക് വല്ലതും വേണോ? ഏയ് വേണ്ട. ഇല്ലേ, വലത് കാലം വെച്ച് കയറിയാട്ടെ. അല്ല, ഇവിടെ തന്നെ സ്ഥിരമാക്കാൻ പോവാണോ? പറയാറായിട്ടില്ല, കുറച്ച് നാളത്തെ ഉണ്ടാവും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് യൂണിയൻ ഓഫീസ് വരെ പോകണം. എന്തായാലും ഒരു ആവശ്യം ഉണ്ടേലേ ഒന്ന് നീട്ടി കുവിയച്ചാ മതി. എപ്പോഴും എന്റെ സഹായം പ്രതീക്ഷിക്കാം, എപ്പോഴും. ശരി. ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? എന്താ? ഏയ്, ലോറിക്കാരൻ പാണ്ടിയല്ലേ? വീണ്ടും ശല്യപ്പെടുത്താൻ വന്നിരിക്കുക. ഓ പിന്നെ, ഇയാളെ പുറകെ നടന്ന് ശല്യപ്പെടുത്താൻ ഇയാൾ ആരാണെന്ന് ഇയാളുടെ വിചാരം? ഒരു ചായല്ലോ. രാവിലെ എന്നാ തന്നോട് കെട്ടിയെടുത്തേ? ഇവിടെ എവനോ ഒരുത്തിന് പാല് കൊടുക്കണമെന്ന് ആ യൂണിയൻ ജോസൂട്ടി പറഞ്ഞു. അതുകൊണ്ടാ കൊണ്ടുവന്നേ. വേണമെങ്കിൽ എടുത്തോ. ആ പിന്നെ, ഓസിനല്ല കാശിനാ. 1-ാം തീയതി കൃത്യമായും തരണം. അഡ്വാൻസ് ഇപ്പൊ തന്നെ വേണം. ഓ, അവിടെ അഡ്വാൻസ്. ഞാൻ പറഞ്ഞു നിന്നോട് ഇവിടെ പാല് കൊണ്ടുവരാൻ. ഓ, എന്നാ പിന്നെ പറഞ്ഞ ആളെന്നെ കുടിക്കട്ടെ. ആ നിക്ക, ആ ഏതായാലും കൊണ്ടുവന്നല്ലേ തന്നെ. ഓ, ആ പോയി അഡ്വാൻസ് എടുത്തോണ്ട് വാ. ആ, നാളെ തരാം. ദേ, നാളെ തന്നില്ലെങ്കിലുണ്ടല്ലോ, നീ എന്നാ ചെയ്യും? അത് നാളെ പറയാം. അറിയോ, ഇതാണ് ഞങ്ങളുടെ മട. കണ്ടാ, ആ ഇരിക്കുന്നൊക്കെ ഞങ്ങളുടെ തൊഴിലാളികളാ. വാ, നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അടുത്ത് എന്നുള്ള പരിചയപ്പെടുന്നത് വേണ്ട, ഇവിടെ നിന്ന്. അപ്പൊ ഡീപ്പായിട്ട് വേണ്ടേ? വേണ്ട. വേണ്ടല്ലേ? വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ആദ്യം ലേഡീസിൽ തന്നെ തുടങ്ങാം. അതാണല്ലോ അതിന്റെ ഒരു രീതി, സുഖം. ആ ഇരിക്കുന്നതാണ് സാറാമരത്തി. ആദ്യം കഞ്ചാവ് സാറാമെന്നായിരുന്നു പേര്, ഇപ്പൊ കരിമരുന്ന് സാറാമെന്ന്. തൊണ്ടയിൽ കിറ്റ്. അത് നമ്മുടെ മാത്തുക്കുട്ടിച്ചായന്റെ സ്പെഷ്യൽ കുറ്റിയാ. വേണേ നമുക്കൊന്ന് ഡീപ്പായിട്ട് പരിചയപ്പെടാം. വേണ്ട. അതേതാടാ കുട്ടി? ഏത്? ആ ഇരിക്കുന്ന കുട്ടി. അത് നമ്മുടെ ജാൻസി കുട്ടിയാ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞേ. അതിനങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അതിന്റെ കല്യാണം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഏകദേശം നിശ്ചയിച്ച പോലെയാ. ഓ, എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? മനുഷ്യന് ജീവിക്കാൻ ഒരിക്കില്ല അല്ലേ?
ഏതൊരാ പെണ്ണ? കൂടുതൽ ചൂണ്ടല്ല എന്റെ പൊന്ന് സാറേ, അതാ ഇത്താക്കിന്റെ മോളാ. ഇത്താക്കിന്റെ മോളോ? ആ ഇത്താക്കിന്റെ ഒരേ ഒരു മോള് സലോമി. ഈ പെണ്ണെന്ന് പറഞ്ഞ ഇത്താക്കിന് ജീവനാ. അവളെ അങ്ങനെ ആരെങ്കിലും ചൂണ്ടിന്നറിഞ്ഞ ഇത്താക്ക് ആ കൈ വെട്ടിക്കളയും. അങ്ങനത്തെ സ്വഭാവമുള്ള മനുഷ്യനാ. അപ്പുവേട്ടൻ എന്താ അത്ര ആലോചിക്കുന്നേ? എത്രയോ കാലമായി ഞാൻ അന്വേഷിച്ച് നടന്നിരുന്ന ആളെ ഇവിടെ വെച്ച് ഞാൻ കണ്ടു. ആരത്? ഇസഹാക്ക്. കൂമ്പം തൊപ്പിയും കാക്കി വേഷവും കയ്യിൽ ലാത്തിയുമായി നടന്നിരുന്ന ഇത്താക്ക് പോലീസിനെയാ കഴിഞ്ഞ 10-22 വർഷമായി ഞാൻ അന്വേഷിച്ച് നടന്നത്. വന്ന് അന്ന് തന്നെ ഞാൻ അയാളെ കണ്ടു. പിന്നെ ഇന്നൊരു പുതിയ അറിവ് കൂടെ കിട്ടി. ചെയ്ത പാവങ്ങളെല്ലാം മറന്ന് അടിവാരത്ത് അയാൾ മകളെയും കൂട്ടി ചേക്കേറിയെന്ന്. ഇനി എനിക്ക് തകർക്കേണ്ടത് അയാളെ മാത്രമല്ല, അവളെ എനിക്ക് വേണം. അപ്പുവേട്ടാ, അന്ന് അപ്പുവിന്റെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഈ ഒരു കണ്ടുമുട്ടലിന് വേണ്ടി തന്നെയായിരുന്നു. ഞാനോട് അടിക്കട്ടെ കല്ല്? എന്റെ അച്ഛോ, ഇവിടെ കുറെ അവളുമാരുണ്ട്. കോളേജിൽ പറിക്കാൻ പോകുമ്പോലെ കെട്ടിയൊരുങ്ങി ഇവിടെ വരുന്നേ. എന്തായാലും എന്നാ പാവാന്നറിയൂ. അല്ല, എന്നതാ സാറ് നടത്തി പ്രശ്നം? ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് ഇവളാ. നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ടോ? കാശായിട്ടാണോ അതോ? ചെറ്റത്തിൽ പറയുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ ഒലച്ചോ. എന്ന് മുതലാടി പുല്ലേ നിനക്ക് നാക്ക് മൂക്കും വെച്ചേ. സാറാ മേടത്തി, വിവരമില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞത് വെച്ച് ബോധമില്ലാത്ത നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്? മാത്തുക്കുട്ടിച്ചായനെതിരെ പുതിയ നേതാവിനെ കൊണ്ടുവരാനാ ചിലരുടെ പരിപാടി. ഇത്താക്ക് നേതാവ് അതിനിച്ചിരി പുളിക്കും. മാത്തുക്കുട്ടിച്ചായൻ വിചാരിച്ചാലുണ്ടല്ലോ. പാട്ടി കഴിവുള്ള മാത്തുക്കുട്ടിയുടെ പേരും പറഞ്ഞു ബലം ഉണ്ടാക്കിയാണല്ലോ. ചവിട്ടിന് നാവയാൻ പോളൂ. ആരുടെയാ നിന്റെ? നിനക്കറിയണോ? ഞാൻ പറഞ്ഞുതരാടോ. നിന്നെ ഞാൻ കുറെ കാലമായിട്ട് നോട്ടിട്ടിരിക്കുക. ഈ തൊഴിലാളികളെ കുത്തിത്തിരിപ്പിക്കുന്ന നീ അല്ലേ? ഞാൻ കാണിച്ചു തരാം. നീ കാണിക്കും. നീ ഇനി പിച്ചച്ചട്ടി കൈയിട്ട് വരുന്നത് എനിക്കൊന്ന് കാണണം. 24 മണിക്കൂറിനകം നിന്നെ അകത്താക്കാൻ ഞാൻ ഇങ്ങനെയൊന്ന് ഒടിച്ചാ മതി. പോലീസും പട്ടാളമെന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. പോലീസിലും ജയിലിലും ഒക്കെ ഞാൻ കുറെ തിരക്കായി. തല്ലിക്കൊന്ന് ഞാൻ കത്തിക്കും. ഒരുത്തനോട് ചോദിക്കല. എനിക്ക് അറിയണം. അറിയിക്കും, ഞാൻ അറിയിക്കണ. നീ ആരാന്നാ നിന്റെ വിചാരം? ലോകം നന്നാക്കാൻ ഇറങ്ങി തിരിച്ച പുണ്യാളനോ? എടാ, നിന്നെ കുറിച്ച് പരാതി കിട്ടാത്ത ഒരാഴ്ചയെങ്കിലും ഉണ്ടോടാ ഇസഹാക്ക്? അത് പിന്നെ അച്ചു, ആ മാത്തുക്കുട്ടി മടയെ വന്ന പ്രശ്നം ഉണ്ടാക്കി ഞാൻ. നിനക്ക് നിന്റെ കാര്യം നോക്കി അടങ്ങി ഒഴുങ്ങി കഴിഞ്ഞാ പോരെ? നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കണം അച്ഛനല്ലേ പഠിപ്പിച്ചേ? അത് പിന്നെ നീ അയൽക്കാരെ വീട്ടിൽ ഇരുന്ന് സ്നേഹിച്ചാ മതി. അതെങ്ങനെ അച്ചു? അതങ്ങനെ. നീ ഇപ്പൊ പോരാ. കർത്താവേ, എവനെയൊക്കെ വേദപുസ്തകം പഠിപ്പിച്ച എന്നെ വേണം തന്നെ. ലോറിക്കാരൻ പാണ്ടി, ഇതെല്ലാം കൂടെ എവിടെ പോയി കിടക്കുക? ഇവിടെ ഉണ്ടായിരുന്നോ? എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? അയ്യടാ, നല്ല ചിരി. അല്ല, എന്നാ പറ്റി? 2 ദിവസം കണ്ടില്ലല്ലോ. ഓ, വരാൻ പറ്റിയില്ല. ഇപ്പൊ 2-3 ദിവസം പാല് കുടിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോത്തില്ലല്ലോ. ഏയ്, അതൊന്നുമില്ല. എന്നാലും എന്നാ കാശിന്റെ കാര്യമാണെങ്കിൽ ഇത് കുറച്ച് തന്നാ മതി. അയ്യോ, കാശിന്റെ കാര്യമൊന്നുമല്ല. അതിപ്പോ എത്രയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ചാ 2-3 ദിവസം കാണാണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നുള്ള ദേഷ്യം കൊണ്ടാണ്. അയ്യടാ, അപ്പൊ പാല് കൊണ്ടിരുന്ന ഇയാളോടുള്ള പ്രേമം കൊണ്ടാണ് ഇയാൾ കരുതിയ? അയ്യോ, അങ്ങനെയല്ലേ? എന്നാലേ എനിക്കെങ്ങനെയാ? എന്നാ 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 ആ, ഇതാ പാൽക്കാരൻ ഗോപാലന്റെ അസുഖം തന്നെയാ. എന്തുവാ അസുഖം? ഞരമ്പ് രോഗം. അല്ലാണ്ട് എന്നാ? ആ, പാലൊഴിച്ചിട്ടേ വേഗം പാത്രം താ, എനിക്ക് പോണം. എന്താടാ? ഏയ്, ഞാനൊന്നും കേട്ടില്ല. പോട്ടെ, ഏതായാലും കടുപ്പത്തിൽ നല്ലൊരു ചായ കുടിക്കാം. ക്ഷീണം പോട്ടെ. പോടാ പോടാ പോടാ. അതെ, ഞാനീ പാൽക്കാരൻ കോവാലിനെ പോലല്ല. കാര്യം എങ്ങനെയാ പറയേണ്ടത് പിടിയില്ല, അതുകൊണ്ടാ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായോ? വളയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോടാ. അതെ, ഇയാളുടെ പേരെന്നാ? ലോറിക്കാരൻ പാണ്ടി.
ആരാടി ഇവരൊക്കെ? ആ മാത്തുക്കുട്ടി ഇറക്കിയ പുതിയ പണിക്കാരാ. ആരോട് നീയൊക്കെ മടയെ കയറിയേ? താനാരാടോ ചോദിക്കാൻ? ഇതോ. ഈ മട തന്റെ തന്തയുടെ വകയൊന്നും അല്ലല്ലോ. അങ്ങോട്ട് എന്തൊക്കെ വിളിച്ചിട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് ആരും വിളിച്ചിട്ടില്ല ഇതുവരെ. ആർക്കാണ് ഇത്താക്കിയാർന്ന് വേണ്ടത്? ഇത്താക്കിയേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഒക്കെ അപ്പൂട്ടൻ മറന്നു. അല്ലെങ്കിൽ ഇന്ന് അപ്പൂട്ട ഇത്താക്കിനെ രക്ഷിക്കോ? മാത്തുക്കുട്ടിയുടെ ഗുണ്ടകളുടെ കൈകൊണ്ട് അയാളൊന്ന് ചത്തനെ. ഇത്താക്ക് പോലീസ് ആരും നിനക്കറിയില്ല. അയാളും ഞാനും തമ്മിലുള്ള ബന്ധവും നിനക്കറിയില്ല. ഒരു 8 വയസ്സുകാരൻ അപ്പു എന്ന പയ്യന്റെ ഓർമ്മകളിൽ ഇത്താക്കെന്ന പോലീസുകാരന്റെ കൊടും ക്രൂരതകളുടെ വ്യക്തമല്ലാത്ത കുറെ ചിത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കരീം മാഷിന്റെയും നാട്ടുകാരുടെ ഓർമ്മകളിലൂടെ അയാളെക്കുറിച്ച് കൂടുതൽ ഞാൻ അറിഞ്ഞു. ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയ ജോർജ് കുട്ടിയുടെയും വിജയമ്മ തമ്പുരാട്ടിയുടെയും കുടുംബം തകർത്ത കഥ. ഒരു ദിവസം കഴുകൻ കണ്ണുകളും കാക്കി വേഷവുമായി അവരുടെ ജീവിതത്തിലേക്ക് അയാൾ കടന്നു വന്നു. അമ്മ എന്തേപ്പൂ? അമ്മ കുളിക്കാ. സാർ, ആ വശത്തെ ജനാലർത്താ കയറിയത്. നിങ്ങളോട് പൂർവ്വ വൈരാഗ്യമുള്ള വല്ല കള്ളന്മാരും കയറി സാർ, ഇതിലൊന്ന് ഒപ്പിട്ടെ. അതെ, ഞാൻ മഞ്ചേരിയിൽ ഇരിക്കുമ്പം അവിടെ ഒരുത്തണ്ടായിരുന്നു.
അവനെ കമ്പിദാസൻ എന്നാ വിളിക്കാറ്. നിങ്ങൾ ഈ വാതിൽ തുറന്നിട്ടോളൂ, അവനകത്ത് കയറില്ല. അവൻ കമ്പി അറുത്തേ അകത്ത് കയറും. ഓരോരോ രീതികളെ. പിന്നെ ലോക്കൽ കള്ളന്മാരാരെങ്കിലും ആണെങ്കിൽ താമസിയാതെ റേഡിയോ ഇവിടെ പൊങ്ങും. അതായത് ഈ വീടിന് എത്ര മുറികളാ? 4 മുറി ഒരു ചായപ്പും. ഒന്ന് കേറി നോക്കണം. കള്ളന്മാരെ കൊണ്ടുള്ള ശല്യം വളരെ കൂടുതലല്ലേ? ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല. പാതിരാപ്പക്കമായ ഉറങ്ങാണ്ടുള്ള കിടപ്പും ബീഡി വലി എന്താണെന്ന് ചോദിച്ചാ പിന്നെ ദേഷ്യമായി. ഒരു ദിവസം 1000 രൂപ ഉണ്ടാ സർക്കസ് കളി. അക്കം കുത്തിക്കൂട്ടുന്നതിനിടയിൽ പൂജ്യം ഒന്ന് കൂടിയാ ഈ ജന്മം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത അത്ര രൂപയുടെ കടക്കാരനാ. അതിന്റെ ഒരു പ്രാന്ത നീ കാര്യാക്കണ്ട. ഒന്നുമല്ല, കരീമാഷിന്റെ വായിന്ന് ചിലത് ഞാനും കേട്ടു. ചിട്ടിക്കമ്പനിയിൽ എന്തോ ഒരു പന്തികേടുള്ള പോലെ. ഇതിനു മുമ്പ് ഒരിക്കലും ഹെഡ് ഓഫീസിൽ നിന്ന് പണം വരാൻ ഇത്രയും വൈകിട്ടില്ല. ഞാൻ ഒറ്റപ്പാലത്തും മങ്കരയിലും ബ്രാഞ്ചുകളിലൊക്കെ വിളിച്ചു ചോദിച്ചു, ഒരിടത്തും പണം എത്തിയിട്ടില്ല. നാളെ കോയമ്പത്തൂർ ഹെഡ് ഓഫീസ് വരെ ഒന്ന് പോയി നോക്കിയാലോ എന്ന് ആലോചിക്കുക. ഞങ്ങളെ കട്ടുമോട്ടിച്ചുണ്ടാക്കിയ കാശൊന്നുമല്ല, ശരിക്കും അധ്വാനിച്ചുണ്ടാക്കിയ കാശ. അറിയോടെ നിനക്ക്? എവിടെയാ? അയ്യോ, അദ്ദേഹം കോയമ്പത്തൂർ പോയിരിക്കുക. അതറിയാം. മുങ്ങിയാ പിന്നെ കോയമ്പത്തൂരോ സേലത്തൊക്കെ അല്ലേ പൊങ്ങൂ. ഇതിലടാ ഒരു ഒത്തുതീർപ്പായിട്ട് പോയാ മതി. വാ വാ വാ. കാശ് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഈ മുറ്റത്ത് കെട്ടി തൂങ്ങി ചാവും. അതേ എനിക്ക് ഗതിയുള്ളൂ. ഇരിക്കുക, എല്ലാരും ഇരിക്കുക. ഒരു ഒത്തുതീർപ്പായിട്ട് പോയാ മതി. എല്ലാരും എന്താടാ എന്താടാ ഇവിടെ കിടന്നൊരു ബഹളം? ഞങ്ങൾ രക്തം വേർപ്പാക്കി ഉണ്ടാക്കിയ കാശും കൊണ്ടാ സാറേ മുങ്ങിയിരിക്കുന്നത്. രൂപ 4000 സാറേ ഞാൻ ചിട്ടിയിലടച്ച്. ഒരാഴ്ചയായി ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നു. അതൊക്കെ അന്വേഷിക്കാൻ ഞങ്ങളുണ്ട്. വെറുതെ ബഹളം ഉണ്ടാക്കരുത്. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുതി തരണം. നിന്റെ ഭർത്താവ് എവിടെ? കോയമ്പത്തൂർ വരെ പോകുമെന്ന് പറഞ്ഞിരുന്നു. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട, തൂക്കിയെടുക്കാൻ ആത്താക്കും. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത 4 ലക്ഷം രൂപയായിട്ടാ മുങ്ങിയിരിക്കുന്നേ. അറിയാൻ പറ്റി നിനക്ക്? ആ എല്ലാരും പിരിഞ്ഞു പോണം. ആ സ്ത്രീയെ അയാൾ കറക്റ്റ് വേയിലൂടെ മാരി ചെയ്തൊന്നും അല്ലല്ലേ? ഓലും അവര് ലോകിയായിട്ട് കല്യാണം കഴിച്ചാ അടിച്ചോണ്ട് പോന്നു. അതിനങ്ങനെ പറയേണ്ടത്. മാഷിനെ അവൻ മിസ്യൂസ് ചെയ്യുകയായിരുന്നു, അറിയാമോ? മാഷിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്നുള്ള മേൽവിലാസത്തിലാ അവൻ ഇത്രയും ഡെപ്പോസിറ്റ് കളക്ട് ചെയ്ത്. എങ്ങാണ്ടൊരു ഹെഡ് ഓഫീസ്, ഏതോ ഒരു തമിഴൻ ചിട്ടിത്തലയാള്. ഇതെല്ലാം ടോട്ടലി തട്ടിപ്പാ. സത്യം എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ഈ അവസ്ഥയില് പണം അടച്ചവരൊക്കെ വന്ന് ഇങ്ങനെ ഫലം ഉണ്ടാക്കിയാല് ആ പാവം പെണ്ണും കുട്ടിയും തനിച്ച് ബഹളം ഉണ്ടാക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണം നഷ്ടപ്പെട്ടവർക്കല്ലേ എന്റെ വേദന അറിയൂ. എന്നാലും രാത്രി രണ്ടുപേരെ പ്രൊട്ടക്ഷൻ അയക്കാം. ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ വണ്ടി വിടെ. ആരാ? ഞങ്ങള് പോലീസുകാരാ. പേടിച്ചു പോയില്ലേ? കാശടച്ചവന്മാര് വന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് കരുതി പാറാവിന് വന്നതാ. ഇതിലൊന്ന് ഒപ്പിട്ടര്. ഇവിടെ അത് ഇവിടെ സൂക്ഷിക്കാനുള്ളതാ. ഇനിയും ഡ്യൂട്ടിക്ക് വരുന്നവർ ഇതിൽ ഒപ്പിടണമെന്നാ നിയമം. ഞാനായിരിക്കും വരുന്നത്. ഒരു ഗ്ലാസ് ഇതിൽ വെള്ളം എടുത്തിട്ട്. പുറത്ത് ഭയങ്കര തണുപ്പ്. എന്താ വെള്ളം ഇല്ലേ? കൊണ്ടുവരാം. ആ സത്യം പറഞ്ഞാൽ ജോർജ് ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. രൂപ 1-2 ആണോ? 4.5 ലക്ഷമല്ലേ? ചിട്ടിത്തലയാളെ കളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കും. പക്ഷേ സത്യം ഞങ്ങൾക്കറിയാം. പാവം വിജയമ്മയുടെയും മോന്റെയും കാര്യം ആലോചിക്കുമ്പോഴാ.
പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. നമ്മൾ തമ്മിൽ ആദ്യം കണ്ട രംഗം ഓർമ്മയുണ്ടോ? എന്റെ ഒരു ഭാഗ്യേ, കള്ളൻ ജനലടത്ത് കാണാൻ വന്ന ഞാൻ കണ്ട കാഴ്ച അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായുന്നില്ല. വിജയമ്മ കഥകിന്റെ കുറ്റി അങ്ങോട്ടിട്ടേ, വല്ലാത്ത തണുപ്പ്. വിജയമ്മ ഉറക്കം വരുന്നുണ്ടല്ലേ? പോയി കിടന്നോ. ഉറക്കോളയ്ക്കാ പോയി കിടന്നോ വെച്ചേ. എനിക്ക് നഷ്ടമായ എന്റെ ജീവിതത്തിന് പകരം എനിക്ക് അവന്റെ ജീവൻ വേണ്ട, ജീവിതം മതി. ഈ അടിവാരത്ത് അവൻ ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കണം. ചീഞ്ഞളിഞ്ഞ് പുഴുത്ത് നരകിക്കുന്നത് എനിക്ക് കാണണം. അത് കണ്ട സംതൃപ്തിയോടെ വേണം എനിക്ക് അവനെ കൊല്ലാൻ. അതിനെത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും, എത്ര കാലം വേണേലും. എത്ര നേരമായി എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചേ? ഇവിടെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. അത്ര ധൃതി ഞാൻ അകത്ത് വന്ന് എടുത്തോ മേലെന്നോ? അയ്യടാ, അത് വേണ്ട. അടുക്കളപ്പണിക്ക് ഒരാളെ നിർത്തിക്കൂടെ? അത് ശരിയാവത്തില്ല. എന്റെ വീട്ടിലെ കാര്യങ്ങള് ഞാൻ തന്നെ നോക്കിക്കോളാം. എന്താ സഹായിക്കാൻ കൂടുന്നോ? കൂലി എന്നാ കിട്ടും? കൂലി ഈ ലോറി തന്നേക്കാം. എനിക്കെന്നതിനാ ഈ ലോറി? എനിക്ക് ആകെയുള്ള സ്വത്താ. അപ്പോ ലോറി വേണ്ടേ? ലോറി മാത്രമല്ല തരുന്നത്, അതിന്റെ കൂടെ ഞാനും കാണും. എന്താ? ആ, ചാച്ചൻ വൈകിട്ട് കാണണമെന്ന് പറഞ്ഞു. നിന്റെ ചാച്ചനിപ്പോ എവിടെ കാണും? കള്ളി ഷോപ്പിൽ കാണും. അപ്പൊ ലോറി വേണ്ടേ? ഇത്താക്കിയേട്ടനെ എനിക്ക് വേണം, മറ്റാർക്കും ഞാൻ കൊടുക്കുകയില്ല എന്ന് ഇന്നലെ പാറമടയെ വെച്ച് നീ പറഞ്ഞില്ലായിരുന്നോ? അതെന്നാ? ആ അതെ, ജീവിതത്തിൽ ഒരുപാട് അന്വേഷിച്ചറിഞ്ഞ ഒരാളെ കണ്ടെത്തിയ പോലെയാ ഇത്താക്കിയേട്ടനെ കണ്ടപ്പോ എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ള ഇത്താക്കിയേട്ടനെ ഒരു 3-4-5 പേരോടി കൊല്ലാൻ ശ്രമിക്കുന്നത് ശരിയല്ലാന്ന് എനിക്ക് തോന്നി. അപ്പൊ നമ്മൾ തമ്മിൽ നല്ല പൊരുത്തമാണല്ലോ. പിന്നെ നമ്മൾ തമ്മിലെ പൊരുത്തപ്പെടൂ എന്റെ പൊന്നിത്താക്കിയേട്ടാ. അപ്പോ നിന്റെ വീട് എവിടാ? ഓ, വീടും കുടിയൊന്നും ഇല്ല. 8ാം വയസ്സിൽ അപ്പനും അമ്മയും മരിച്ചു. പിന്നെ ഒരാളെന്നെ എടുത്ത് വളർത്തി. കുറച്ചു കഴിഞ്ഞപ്പം അയാൾക്ക് ഞാൻ ഭാരാന്ന് തോന്നിയപ്പോ നാട് വിട്ടു. പിന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെയായി. ഇനിയിപ്പൊ നീ എങ്ങോട്ടും പോകണ്ട, നല്ല സ്ഥലമാ കേട്ടോ. ആ ധൈര്യം തന്നാ മതി. ഇനി ഇത്താക്കിയന്റെ കൂടെ ഒരു നിഴല് പോലെ ഞാൻ ഉണ്ടാവും. ഇത്താക്കിയന്നെ ഒരുത്തന് ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കല. പക്ഷേ ഇത്താക്കിയും ഇന്നലെ മടയിൽ അടിയുണ്ടാക്കിയത് ആ മാത്തുക്കുട്ടിയാ. അവരോട് ഞാൻ ചോദിക്കും, 24 മണിക്കൂറിനകം ഞാൻ ചോദിച്ചിരിക്കും. വേണ്ടി വന്നാൽ തട്ടും. വാ ഇത്താക്കിയേട്ടാ, സമയം ഒരുപാടായെന്ന്. എന്റെ കണക്കിൽ എഴുതിക്കും. പതുക്കെ പിടിക്കണ്ട. അവനെ ഞാൻ ആ മാത്തുക്കുട്ടിയുണ്ടല്ലോ, അയ്യോ, ചാച്ചനെന്നാ പറ്റി? എന്റെ മോളാ. പേടിക്കാനൊന്നുമില്ല, ക്ഷീണം തീർക്കാൻ ഇത്തിരി കൂടുതൽ കഴിച്ചു. ഞങ്ങൾ പിടിച്ച് വണ്ടിയൊക്കെ മോരുമ്പോഴുണ്ടേ. കേട്ടെന്ന് ഇറങ്ങട്ടെ. മോരൊന്നും വേണം എനിക്ക്. ഒരു 100 കൂടെ അടിക്കണം. ശരി.
നമ്മൾ എന്നാത്തിനാ പോട്ടെ ഇങ്ങോട്ട് ഇരുന്നേ? എന്നാത്തിനാ പോട്ടെ സസ്പെൻസ് ഇടുന്നേ? നീ അടങ്ങടാ കൊച്ചനെ. ആ, നീ എഴുന്നള്ളത്ത് കണ്ടുണ്ടോ? നമ്മുടെ മാത്തുക്കുട്ടി ചായൻ കരിമരുന്ന് സാറാമ്മയുടെ അവിടുന്ന് കുംഭസാരവും കഴിഞ്ഞ് കുർബാനയും കൈക്കൊണ്ട് ഈ വഴിയിലൂടെയാ വരുന്നേ. ഇപ്പോ ഏകദേശം വരാനുള്ള സമയമായി. ആ എഴുന്നള്ളത്താ ഞാൻ നിനക്കിപ്പോ കാണിച്ചു തരാൻ പോകുന്നു. ഇതെന്നാത്തിനാ പോട്ടെ? നീ ഇവിടെ നിന്നോ, ഞാനിപ്പോ വരാം. അയ്യോ, എല്ലാരും ഓടി വായോ, എല്ലാരും വായോ, നിങ്ങൾ അറിഞ്ഞോ? എല്ലാരും ഓടി വായോ, വാ. എന്നതാടാ? നമ്മുടെ മാത്തുകുട്ടിച്ചാൻ ആരെ തല്ലിക്കൊന്ന് ആ കരിമ്പൻകാട്ടിൽ തള്ളിയിരിക്കുക. അയ്യോ, എന്റെ മാത്തുകുട്ടിച്ചതിനോട് ആരാണ് ഈ കടും കൈ ചെയ്തത്? എന്റെ കർത്താവേ. ബഹളം ഉണ്ടാക്കാതെ എല്ലാരും ഒന്ന് പുറത്തു പോകണം. ആരാ ഇത് ചെയ്തെന്നറിയൂ? രാത്രി പുറകീന്നായിരുന്നു. മാത്തുക്കുട്ടിച്ചായൻ ചത്തുപോയ നമുക്കൊരു ദുഃഖാചരണ വാരാഘോഷം ആഘോഷിക്കണം. ഒടുക്കത്തെ വർത്താനം പറയാതെടാ. എന്റെ മാത്തുകുട്ടിച്ചതിനോട് ഈ കൊലച്ചത് ചെയ്ത ഒരു പുഴത്ത് ചാവത്തേ ഉള്ളൂ. ഒരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുംബസഹായ ഫണ്ട് പിരിക്കായിരുന്നു. ഞാൻ പിന്നെ ആരാണോ നിന്റെ വിചാരം? ഞാൻ സീക്രട്ട് ഫാമിലിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. അയ്യോ, എനിക്കിനി ആരാണോ ഉള്ളത്? സാറാമരത്തി വിഷമിക്കണ്ട, സാറാമരത്തിക്ക് ഞാനുണ്ട്. വെടിക്കുറ്റി പോലെ ഇരുന്നോ. എന്താ ഇവിടെ കരച്ചിലും ബഹളം? സങ്കടം വന്നിട്ടാ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സാറേ, ഇത് മനഃപൂർവ്വം കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാ. ഇത്താക്ക് അല്ലാതെ വേറെ ആരാ ചെയ്തത്? ഇതിനു മുമ്പ് ഇതിനെ കൊല്ലാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട് സാറേ. ഞാനല്ല ചോദ്യം ചെയ്തത്, എന്റെ പൊന്നുമോളാണ് ഞാനല്ലേ. മാത്തുക്കുട്ടിയെ കൊല്ലുമെന്ന് കള്ളുഷാപ്പിലിരുന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടത് ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വെള്ളത്തിന്റെ ഒരു ഓളത്തെ അങ്ങ് പറഞ്ഞു പോയതാ. ഇനിയിപ്പോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തുറന്നു പറഞ്ഞാൽ എനിക്കൊരു മടിയില്ല. അതൊക്കെ അറിയാമല്ലോ. അറിയാം. അത് മാത്രമല്ല, ഒരുപാടറിയാം. 5-ാം വയസ്സിൽ അനാഥാലയത്തിൽ എത്തിച്ചേർന്ന നിന്റെ രൂപം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. നീ അന്നേ വികൃതിയായിരുന്നു. പിന്നെ ആ വികൃതി തെമ്മാടിത്തരങ്ങളിലേക്ക് തിരിഞ്ഞു. ആരോടോ പക തീർക്കും പോലെ. നീ വഴിപിഴപ്പിച്ച അന്നയെ, അവൾക്ക് പിറന്ന സലോമി എന്ന കുഞ്ഞിനെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ജീവപര്യന്തം കഴിഞ്ഞു വന്ന നിന്റെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ ഞാൻ തന്നപ്പോ നിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കുഞ്ഞിലൂടെ നിനക്കൊരു പുതിയ ജീവിതം കിട്ടുമെന്ന് കരുതി ഞാൻ സന്തോഷിച്ചു. എന്നിട്ടും നീ എല്ലാം തകർത്ത് കളയുകയാണല്ലോടാ ഇസഹാക്ക്. അത് അച്ഛോ, ഞാൻ എല്ലാം ചെയ്യുന്നത് അവക്ക് വേണ്ടിയാ. അല്ല, അവളോട് സ്നേഹമുണ്ടെന്ന് കാട്ടാനായി നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ ശുദ്ധ അനാവശ്യങ്ങളാ. അത് നിനക്കറിയോ? ഈശോശി സ്തുതിയാക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനിവിടുത്തെ മടയിലെ പുതിയ കോൺട്രാക്ടർ. പേരപ്പൂന്ന. മിസ്റ്റർ അപ്പുവിനെ കുറിച്ച് ഞാൻ കേട്ടു. ഇതുവരെ കാണാൻ പറ്റിയില്ല. അച്ഛോ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. മാത്തുക്കുട്ടി സംഭവം മടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക. തൊഴിലാളികൾ 2 ഗ്രൂപ്പായിട്ടുണ്ട്. കുത്തിയിളക്കാൻ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. മാത്രമല്ല പോലീസ് കേസായെന്നും കേട്ടു. ഏതായാലും പ്രശ്നം ഒന്ന് തണുക്കുന്നവരെ ഇത്താക്കിയറിന് ഇവിടുന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നത് നല്ലത്. അതെ അതെ. ടൗണിൽ ഞാൻ അതിനു വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ജയിക്കുന്നതാണ് നല്ലത്. ശരിയാ. അപ്പുവിന്റെ കൂടെ ചെല്ല്. എല്ലാ കാര്യങ്ങളും അവൻ നോക്കിക്കോളും. കേസിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു പ്രശ്നം വരുമ്പോ ഇത്താക്കിയറിനെ പോലെ ഒരാളെ സഹായിച്ചില്ലേ, പിന്നെ ഞാനെന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഞാനിപ്പോ പോയാ വീട്ടിലെ പെങ്കൊച്ചു മാത്രമേ ഉള്ളൂ. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. നീ ധൈര്യമായിട്ടിക്കല്ലേ. വേഗം വേണം, ഇരുട്ട് മുമ്പേ തിരിച്ചിട്ടാളാ. ആ ചെല്ല്. ഇറങ്ങി വേണം. അകത്ത് കയറി ഒളിച്ചിരിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വേണം. ചോടേണ്ടി വേണം. ചോദിക്കാനും പറയാൻ ആളല്ലേ വേറിയല്ലേ. ഇറക്കി വിടറേ. എവിടെ തന്നെ തന്താ മാത്തുക്കുട്ടി? ഞാൻ ആരാണെന്ന് നീ വിചാരിച്ചേ? ഇറക്കി വിറേ ലോകി നിന്റെ തന്തേ. അവനെ ഞാൻ പണ്ടേ നോക്കി വിട്ടിരിക്കുമായിരുന്നു. അടിച്ച പൊളിക്കാനല്ല. നിന്റെ തന്തേനെ ഇറക്കി വിടില്ല, ഇതൊക്കെ കത്തിച്ചളയും. നീ ഒറ്റയ്ക്കുള്ള വിചാരിച്ചാണ് ഞാൻ ഇപ്പൊ പോണേ. നോക്കണേ. ഇനി
ആരെങ്കിലും ഒന്ന് ബഹളം ഉണ്ടാക്കിയെങ്കിലും എന്ന് കരുതി ഒരു കൂട്ടിന് കയറിയതാ. ഒത്ത് ചൂടാ. ഗ്ലാസ് വെള്ളം കരുതി. ആ ഇത് വെള്ളമല്ലേ? കൊണ്ടുവരാം. പേടിക്കണ്ട, ഞാനിവിടെ ഇല്ലേ? ഉറങ്ങിക്കോളൂ. പോയി കിടന്ന് ഉറങ്ങാൻ. വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാൻ. തുറക്കടി. ഇസഹ കൊണ്ടുകൂടി ഇവിടെ. ഇല്ല സാർ. കയറി നോക്ക്. നിങ്ങളാരാ? ഇവിടെ പാറമടയിലെ കോൺട്രാക്ടറാ. അപ്പു ഇത്താക്കെന്റെ കൂട്ടുകാരനാ. എന്താ ഇപ്പൊ ഇവിടെ? കുറച്ചു മുമ്പേ ഇവിടെ എന്തോ ബഹളം കേട്ട് കയറുക. അപ്പൊ ഇതിനാണ് ഇവിടെ കടന്ന് ഈ വായു പിടിച്ചല്ലേ? മനുഷ്യന്മാരുടെ ഒരു ഭാഗ്യേ. ഇത് വെറും ഭാഗ്യമല്ല, മെമ്പർ ആ ഇത്താക്ക് കൂട്ടിയേപ്പിച്ചിട്ട് മാറിക്കൊടുത്തതായിരിക്കും സൗകര്യം പോലെ. അകത്താരുമില്ല സർ. ആ എന്തെങ്കിലും അറിവ് കിട്ടിയാ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വന്ന് വിവരം അറിയിക്കണം. ശരി സർ. ഏതായാലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കട്ടെ. ആ വാലടച്ചിടന്നു. ഞാൻ ഈ വരാന്ത ഉണ്ടാവും. ഇനി ആരും നിന്നെ ശല്യപ്പെടുത്താൻ പറ്റില്ല. നശിപ്പിച്ചു. നല്ലൊരു അവസരല്ലേ അപ്പൂട്ടൻ കളഞ്ഞു വിളിച്ചത്. ഇത്രയും നല്ലൊരു സാഹചര്യം ഒത്തു വന്നിട്ട് അപ്പൂട്ടൻ അവിടാ നിനക്ക് തെറ്റിയ. ഇന്നലെ രാത്രി എനിക്ക് കിട്ടിയ 1-2 മണിക്കൂർ ഞാൻ അത്യാർത്ഥി കാണിച്ചിരുന്നെങ്കിൽ എല്ലാം അതോടെ തീരില്ലേ? പിന്നെ ഒരാക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ ഇഷ്ടത്തോടെ കീഴടങ്ങുന്ന എനിക്കിഷ്ടം. അതെന്തിനായാലും. എന്ന് പറഞ്ഞ ഇപ്പൊ ഇത്താക്ക് പോലീസിന്റെ ജീവിതം ഇരിക്കുന്നത് അയാളുടെ മോള് പെണ്ണിന്റെ ഭാവിയില. ഇനി വളരെ പെട്ടെന്ന് അവൾ എന്റെ കാൽക്കീഴിലാവും. അതാ പെണ്ണ്. സ്നേഹിച്ച് ഞാൻ അവളെ പറയാതെങ്ങനെയാടാ അറിയുന്നത്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എല്ലാവരും അടുത്തേക്ക് വരിക. ഞങ്ങൾ പറയുവാൻ പോകുന്ന കഥ ശ്രദ്ധിച്ചു കേൾക്കുക. പറയാം. അർദ്ധരാത്രി സമയം 12 മണി. കൂരിരുട്ടിന്റെ അന്ധകാരത്തിൽ പൂർണ്ണചന്ദ്രൻ മാത്രം ഉദിച്ചു നിൽക്കുന്നു. എങ്ങും നിശബ്ദത. ഊളന്മാരുടെ ഓളിയിടൽ മാത്രം. പെട്ടെന്ന് കൂരിരുട്ടിന് കീറി മുറിച്ചുകൊണ്ട് ഞങ്ങളും കുറച്ചുപേരും പിന്നെ 2-3 പോലീസുകാരും കൂടി ഇത്താക്കു ചേട്ടന്റെ വീടിന് മുന്നിൽ കാല് കുറ്റി കഥയിട്ടിരിക്കുകയാണ്. കഥ കുറ്റിയിട്ടിരിക്കുകയാണ്. ഞങ്ങള് മുട്ടി. മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ മുട്ടി. ഈ സമയത്ത് ഇത്താക്കുന്ന മനുഷ്യൻ സ്വന്തം മകളെ മാത്രം വീട്ടിൽ തനിച്ചാക്കി അയാള് വീടുപേക്ഷിച്ച് ഒളിവിൽ പാർക്കാണെന്നുള്ള കാര്യം നിങ്ങളേവരെ ഞാൻ ബസ്സിന് സമേതം അറിയിച്ചു കൊള്ളുകയാണ്. കാര്യം നിങ്ങൾ പ്രത്യേകം മറന്നു പോകരുത്. അങ്ങനെ ഞങ്ങൾ മുട്ടി വാതിൽ തുറക്കപ്പെട്ടു. ആരണ്ട വെളിച്ചത്തിന്റെ സഹായത്തിൽ 2 ആത്മാക്കൾ വീടിന്റെ ഉള്ളിൽ നിന്നും ഞങ്ങളുടെ മുന്നിലേക്ക് നടന്നു വന്നു. ആരൊക്കെയാണത്? സലോമി. അഴിഞ്ഞുലഞ്ഞ ഞെളിഞ്ഞ പിളിഞ്ഞ മുടിയുമായി സലോമി. സലോമിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേയാൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതാണ് അപ്പു. അഴിച്ചിട്ട ഷർട്ടുമായി വിയർപ്പിലിങ്ങനെ കുളിച്ചു നിൽക്കുന്ന അപ്പു. എന്നാ അതെന്നു തുടങ്ങി? ഉദ്ഘാടനം നാടൻമുറിക്കിലൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ ഇതെല്ലാം കണ്ടത്. അതെ, ജോസുടിച്ചേ, കണ്ണി ചോരയില്ലാത്ത വർത്താനം പറഞ്ഞ ദേവദോഷം കിട്ടും. ഇവളായിരിക്കും കൂട്ടിരിപ്പ്. അതാ ഇവക്ക് ഇത്ര ചോർച്ചില്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങൾക്ക് തീരെ സമയമില്ല. ഇവിടെ അവതരിപ്പിച്ച ഈ കഥാപ്രസവ പരിപാടി ഈ നാടിന്റെ പല ഭാഗങ്ങളിലേക്ക് അവതരിപ്പിക്കാനുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കുക. നമുക്ക് പിന്നെ കാണാം. ഈ കഥ നന്നായിട്ട് ഓടും. ഇനി സാറാമച്ചേരത്തിന്റെ ഡിമാൻഡ് അല്പം കുറയും. എന്താ ചെയ്യുക? സൈക്കിൾ എടുക്കൂ. അപ്പുവേ. അയ്യോ അച്ഛനോ? അച്ഛനെ പാതാതിക്ക് ഒരു കാര്യം തിരക്കാൻ വന്നതാ. അച്ഛൻ അതേക്ക്. ഓ വേണ്ട, ഞാൻ ഉടനെ ഇറങ്ങുക. ഇത്താക്ക് പോയിട്ട് 4-5 ദിവസമായി. ഒരു വിവരവും ഇല്ല. ആ പെണ്ണ് അവിടെ തീ തിന്നുകയാ. പേടിക്കണ്ട ചോ. ഇത്താക്കി എന്നൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഒരു സ്ഥലത്ത് ഞാൻ താമസിച്ചിട്ടുണ്ട്. പോലീസ് കേസൊക്കെ ഞാൻ ഒതുക്കി തീർത്തു. നാളെ രാവിലെ ഇത്താക്കി എത്തും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. അപ്പോ ഞാൻ ഇറങ്ങുക. ശരി ചോ. അപ്പോ എന്നാ ചോ? ഇത്താക്കൊരു തെമ്മാടിയാണെങ്കിലും
ആ പെണ്ണ് പാവമാ. ആളുകള് അവിടെയും ഇവിടെയും എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. നിന്നെയും അവളെയും പറ്റി. കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റില്ല. എന്നാലും ഒരു ബീഡിന്റെ പറ്റി ഇത്താക്കിന്റെ കേസും വഴക്കൊക്കെ ഒതുങ്ങിയ ആ കോൺട്രാക്ട് ചെക്കൻ ഒരുപാട് സഹായിച്ചു അല്ലയോ? ആ എന്തേലും കാണാതെ അവനങ്ങനെ ചെയ്യോ? അതെ പൊങ്ങി കാത്തു സൂക്ഷിച്ചൊരു തല്ലൊന്നി മാമ്പഴം കാറ്റ കൊട്ടിപ്പോയി. അയ്യോ കൺട്രാക്ട് പൊട്ടിപ്പോയി. ഞാൻ പണ്ടെങ്ങാണ്ടയുടെ മോളെ ഒന്ന് നോക്കിയെന്നും പറഞ്ഞ അയാളെ പണ്ട് പോകാനായിട്ട് പറയുന്നതല്ല. ഈ നാട്ടിൽ മുഴുവനും പാട്ട. ഈ ഇരിക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചാട്ടാ. എന്നല്ല തല്ലേണ്ടത് ആ കട്രാക്കിനെയാ. ചാച്ചൻ ഇത് എവിടെ പോയിരിക്കായിരുന്നു? ആളുകൾ ചാച്ചനെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നറിയാവോ? ഇവിടെ നടക്കുന്ന വല്ലതും ചാച്ചൻ അറിയുന്നുണ്ടോ? അതേടി, ഇവിടെ നടക്കുന്നവരെ കവലയ്ക്ക് വെച്ചാൽ അറിഞ്ഞു. ഇന്നോളം ഇത്താക്കിന്റെ മുന്നിൽ വരാത്ത ഏലുകള് പരസ്യമായി വിളിച്ചു പോവാ. അടിവാരത്ത് ഇത്താക്കിന്റെ മോള് പുതിയ കച്ചവടം തുടങ്ങിയിരിക്കണമെന്ന്. ചാച്ചൻ കുടിച്ചിട്ടുണ്ടോ? ചാച്ചൻ ഇന്നൊരു പകല് കുടിക്കാത്തല്ലേ? പിന്നെ എന്നാ കുടിച്ചു. ഇത്താക്ക് പണ്ട് തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? അങ്ങനെയാണ് എന്നെ ഞാൻ വളർത്തിയത്. പെട്ടെന്ന് എന്റെ മോളെ പറ്റി അതും ഇതും പറയുന്ന കേട്ടപ്പോ എനിക്ക് താങ്ങാൻ പറ്റില്ല. പറ, അപ്പു ഇവിടെ അയാള് പാവോ ചാച്ച. രാത്രി ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ എനിക്കൊരു കൂട്ടിനാ വന്നത്. എന്നിട്ട് ഈ തെണ്ണയിലെ കിടന്നുറങ്ങിയത്. അതിനവര് ഇങ്ങനെയൊക്കെ. എടാ അറിയായേ, ഒരു 3 ഉപ്പി കൂടി കൊണ്ടുപോടാ. മതി ഇതാക്കേട്ടാ, ഇങ്ങനെ വലിച്ചു കേട്ടാ. ഇപ്പൊ തന്നെ ഓവറാ ചേട്ടാ. ഓരോ ഓവറും ഇല്ല. പകല് ഞാൻ അങ്ങനെ കുടിക്കുകയില്ല. പക്ഷെ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഞാൻ കഴിക്കുന്നത് മനഃപൂർവ്വ. ഇവിടെയുള്ള ചില അവന്മാരിത് കാണണം. എന്നെ മാത്രം കണ്ടാ പോരാ, എന്റെ കൂടെ എന്നെയും കാണണം. അതെനിക്ക് നിർബന്ധമാ. എന്താന്ന് വെച്ചാ തെളിച്ച് പറയണ്ട കേട്ടാ. അത് ഞാൻ അറിയാത്ത ഒരു ബന്ധുവും എന്റെ മോക്കുണ്ടാകത്തില്ലെന്ന് എനിക്ക് ഇവിടുത്തെ എംബോക്കോട് വിളിച്ചു പറയണം. അതുകൊണ്ട് എന്നാ പ്രയോജനം? തീയില്ലാതെ പുകയുണ്ടാവൂന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പറയുന്നവന്റെ തീ ഉണ്ടോടാ പോ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞു വരത്തുന്ന പോലെ ഒന്നുമില്ല. പിന്നെ ഇത്താക്കന്റെ മനസ്സിലിപ്പോ എന്നതാണെന്ന് അറിയാൻ പാടില്ല. എന്റെ മനസ്സിലിപ്പൊക്കെ ഞാൻ പറയാം. വാ വാ. എല്ലാവർക്കും ഒരു അത്ഭുത. ഇത്താക്കണ്ണെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടതുകൊണ്ടേ. ആർക്കാണ് അത്ഭുതം? നിനക്കൊക്കെ എന്തുവാണ് അറിയട്ടെ? ഞാൻ പറഞ്ഞിടാവിടെ നിനക്കൊക്കെ. എന്റെ മോള് നല്ലവനാണെന്ന് പറഞ്ഞവൻ തന്നെ എനിക്ക് നല്ലവൻ. പിന്നെ ആണാണെങ്കിൽ ചങ്കുറപ്പ് വേണം. യവനതുണ്ട്. അതുകൊണ്ട് ഈ ഇത്താക്ക് പറയുന്നു, ഈ നിൽക്കുന്ന അപ്പു എന്റെ മോള് സലോമിയെ കെട്ടാൻ പോവുക. ഇനി മതി ചാച്ച. മതി മതി മതി. ഞാനേ ഒന്ന് കവലയിലേക്ക് പോയച്ചും വരാം. അത് വേണ്ട. രാവിലെ മുതൽ ഇന്നത്തെ അടച്ചു പൂട്ടിയിരിക്കില്ലേ, ഞാൻ പോയച്ച് ഇപ്പൊ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കവലയിൽ ചെല്ലുമ്പോ തോന്നും കള്ളു കുടിക്കണമെന്ന്. കള്ളു കുടിക്കുമ്പോ തോന്നും ഓരോന്നൊക്കെ വിളിച്ചു കൂവണമെന്ന്. എന്തോന്ന് വിളിച്ചു പോവാൻ? ദേ ചാച്ച, ഉരുളല്ലേ? കള്ളും കുടിച്ച് ലെക്കും ലഗാനും ഇല്ലാതെ ഓരോന്ന് വിളിച്ചു കൂവി നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കില്ലേ ചാച്ച? എന്നാ കേട്ടോ, നീ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതിരിക്കാനാ ഞാൻ അങ്ങ് വിളിച്ചു പോയത്. ലെക്കും ലഗാനും ഇല്ലാതെയല്ല, നല്ല ബോധത്തില് ആലോചിച്ച് ഉറച്ചിട്ട് തന്നെയാ. അതുകൊട്ടെ, നിനക്കിഷ്ടമാണോ അവനെ? ഓ, ഇനിയിപ്പോ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇഷ്ടമാണോ അല്ലയോന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ എടുക്കാനാ? അമ്പടി വിളഞ്ഞ വിത്തല്ല നീ കള്ളി.
ഞാൻ നല്ലവനാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എനിക്കങ്ങനെ തോന്നി, ഞാൻ പറഞ്ഞു. അങ്ങനെ തോന്നാനുള്ള കാരണം എന്നാ ചോദിച്ചേ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണമില്ലാതെ തോന്നുന്നതും പറയുന്നതൊക്കെ വട്ടിന്റെ ലക്ഷണമാണ്. ആ, എന്നാ എനിക്കിപ്പോ ആ വട്ടുണ്ടെന്ന് വെച്ചോ. ആ, എത്ര കാലമായി ഈ വട്ട് തുടങ്ങിയിട്ട്? കുറച്ചു കാലായി. ആ, രാത്രിയിൽ ഉറക്കം എങ്ങനെ? നന്നായിട്ടുണ്ട്. വിശപ്പ്? അതേ ഉള്ളൂ. അത് പിന്നെ രോഗമാ? ഇത് രോഗമൊന്നുമല്ല, ആളുകളെ കളിപ്പിക്കുക. അത് പോട്ടെ, എപ്പോഴും പ്രത്യേകിച്ച് ഒരാളെ കണ്ടുകൊണ്ടിരിക്കണം തോന്നാറുണ്ടോ? ആ, അത് ഈയിടെയായിട്ടുണ്ട്. അതിന്റെ പേരെന്നാ? അത് പറയത്തില്ല. എന്നാ പിന്നെ ആളെങ്ങനെ ഇരിക്കുന്നു പറ. നല്ല കട്ട മീശയാ, ആ, മുടിയൊക്കെ നന്നായിട്ട് വെട്ടി ഒതുക്കി വെച്ചിരിക്കുക. ആ. പുള്ളിയുടെ വിചാരം വലിയ സുന്ദരനാന്നാ. ആ, പിന്നെ ചിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ചെലപ്പോ നോക്കുന്ന നോട്ടം കണ്ട പേടിച്ചു പോവും. ജുബ്ബ ഇടുന്നതിനേക്കാൾ നല്ലത് ഷർട്ട് ഇടുമ്പോഴാ. അയാളുടെ പേര് അപ്പൊന്നും മറ്റാണോ? ഏയ്, പിന്നെ അതിന്റെ കാര്യം അടിപൊളി ഇഷ്ടം. എനിക്ക് ഈ ലോറിക്കാരൻ പാണ്ഡ്യയെ ഇഷ്ടം. അയ്യോ, അച്ഛനെന്നെ ഈ വഴിയൊക്കെ അങ്ങോട്ട് ഇരിക്കാലോ. നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. തീരെ സമയം കിട്ടിയില്ല ചോ. അങ്ങോട്ട് കള്ളു കുടിക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ നിനക്ക് ആവശ്യം പോലെ സമയമുണ്ടല്ലോ. അത് മതി. ഞാൻ പള്ളിയിലോട്ട് വരുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പള്ളി വരുന്ന കാര്യത്തിൽ ഇത്രയേറെ ആലോചിക്കാൻ തോന്നാടാ ഉള്ളത്. പഞ്ചാര ഇട്ടില്ലല്ലോ മോളെ? നന്നായി. അത് അച്ചോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചിലതൊക്കെ ഞാൻ അറിഞ്ഞു. എടാ, മോടെ കല്യാണം എന്നൊക്കെ പറയണത് കള്ളും കുടിച്ചോണ്ട് കവലയിൽ നിന്ന് വിളിച്ചു പോകേണ്ട കാര്യമാണോ? അച്ചോ, അത് പറഞ്ഞത് വെള്ളപ്പുറത്താണേലും ഒക്കെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാ. അവൻ ആരാ? അവന്റെ സ്വഭാവം എങ്ങനാ? ഇത് വല്ലതും നിനക്കറിയോ? തന്തേ തള്ളയൊക്കെ ചത്തുപോയെന്നാ പറഞ്ഞത്. തങ്കപ്പെട്ട സ്വഭാവ, ഒന്നാം തരം അധ്വാനി. സ്ത്രീധനക്കാരിയൊക്കെ പറഞ്ഞോ? ഓ ഇല്ല, അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല. അതൊക്കെ പോട്ടെ. കല്യാണം നടത്താൻ നിന്റെ കാശുണ്ടോ? ഇല്ല. അയ്യടാ, ഉളുപ്പില്ലാ നിക്കണ കണ്ടില്ലേ നാണം കെട്ടവൻ. പിന്നെ എന്നാ വിചാരിച്ചാടാ കവല നിന്നോട് മോളെ കെട്ടിച്ചു കൊടുക്കും നീ വിളിച്ചു പോവേ? അതൊക്കെ കർത്താവ് ഒരു വഴി കാണിച്ചു വെച്ചു. പണ്ട് വെള്ളം വീഞ്ഞാക്കിയ ഉള്ളില്ലേ. ആ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. നാളെ നേരം വെളുക്കുമ്പോ ഈ വീട്ടിലുള്ള ചട്ടിയും കലവും എല്ലാം എടുത്ത് നിറച്ച് വെള്ളമൊഴിച്ച് മുറ്റത്ത് നിരത്തി വെച്ച് സന്ധ്യ ആവുമ്പോ വീഞ്ഞായി കിട്ടും. വീഞ്ഞ് ഞാൻ പിന്നെ എന്നെ പാറ വെച്ച കാശാവൂ. ഞാൻ അതിനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നീ എന്നാത്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെ, രാവിലെ ധൃതിയിൽ മീൻ എടുത്തു വെക്കാൻ ഞാനങ്ങ് മറന്നു. ഇപ്പഴാ ഓർത്തത്. അങ്ങനെ ഇങ്ങ് കൊണ്ടുവന്നു. രാത്രി മതിയായിരുന്നല്ലോ. ഓൻ തുടങ്ങി. ഈ വെയിലത്ത് വല്ല കാര്യം ഉണ്ടായിരുന്നു. ജാൻസ് എവിടെ ചാച്ചാ? അവള് അവിടെ എവിടെയും കാണും. വെയിലധികം കൊള്ളണ്ട, വല്ല പരി പിടിക്കും വേണേ. ശരി അച്ഛാ. ആ, പേടിച്ചില്ലേ? പിന്നെ ആ പാറ നടത്തിയെന്ന് പറ, അത് പൊട്ടുകെങ്കിലും ചെയ്യും. ആ, അപ്പോട്ട് പേടിച്ചു, നല്ലോണം പേടിച്ചു. ഒന്ന് പോടി വേണേ. നീ അല്ല, നിന്റെ ആ മുതുക്കൻ ചാച്ച അവനെ ഞാൻ പേടിക്കാം. പിന്നെ എന്റെ ചാച്ചിന് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞത് എന്നാ ചെയ്യും? ഞാൻ പറ, എന്നാ ചെയ്യും? ഞാൻ കൊല്ലും. എങ്ങനെ കൊല്ലും? അതെ, ഈ കഴുത്തെ പിടിച്ച് ഞെക്കി 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 കൊല്ലും. കൊന്നാ പിന്നെ എനിക്കാരാ ഉള്ളത്? ജാൻസി എവിടെ? ജാൻസിയോ? ചാച്ചാ,
ജാൻസി എവിടെയും ചോദിച്ചിട്ട് ഇതുവരെയും പറഞ്ഞു തന്നില്ല. ജാൻസി അവിടെ അവിടെ ഉണ്ട്. ആ എന്റെ ചുറ്റി കണ്ടോടി. അതിൽ ചാച്ചന്റെ കൈയിരിക്കുന്നത്. എന്നാലും എന്റെ പിള്ളച്ചേട്ടാ, അയ്യോ ഇത് കുറെ കഷ്ടമാണ്. ആ വരക്കെന്താണ് കുഴപ്പം? വളരെ കാര്യമല്ല അയ്യപ്പ പിള്ളച്ചേട്ടാ. പിന്നെ ഞാൻ ഈ പ്രേമം എന്ന് പറയുന്ന സാധനത്തിന്റെ കാര്യം പറയുമായിരുന്നു. ഇതൊക്കെ കൊണ്ട് കാണുമ്പോ തെരുവരയിൽ നിന്ന് ചൊറിഞ്ഞേറി വരുവാ. നീ ആ മടയിലോട്ട് കയറിയിരുന്ന് ഒരു കല്ലെടുത്ത് വെച്ചോണ്ട് ചൊറി. ആ ചൊറി അല്ലെന്ന്, ആ ലോബി പെണ്ണും ആ കട്ടാക്കിയേക്കനും കൂടെ ഈ പാറമട കിടന്ന് എന്നതൊക്കെയായി കാട്ടി കൂട്ടണേ. ഇത് പ്രേമം എന്നാകിട്ടൊന്നും അല്ല, മറ്റേത് തന്നെ. നീ എഴുന്നേറ്റ് പോയി പശുവിനെ തിരിടാ. രാവിലെ ഇരുന്ന് ഒരു കൊതിക്കറിവ് പറയുന്നു. പിന്നെ എനിക്കല്ലയോ കൊതിക്കറിവ്? പരിശുദ്ധവും പരിപാവനവുമായ പാറമടയെ അലമ്പാക്കുന്ന ഏർപ്പാടല്ലയോ ഇത്? ഇതൊക്കെ നേരല്ല മലയാ. ഇതിനോടൊക്കെ കളിച്ചാലുണ്ട്. എന്നതാ വെടിയാ? വെടി വെടി നമ്മുടെ വെടി. പാത്തുകുട്ടിക്കാരോ വരുന്ന വഴിയാ? അല്ല, വരാൻ പോണ വഴി. പുതിയ വല്ല വഴിയുണ്ടോ? രണ്ട് ചായ എടുക്കണോ? അയാൾ ഇവിടെ ഉണ്ടോ? ഇത്താക്ക് അങ്ങേരെ ഓടി നടക്കല്ലേ? മോടെ കല്യാണം ഉറപ്പിച്ചു. എവിടെന്നാ ചെക്കൻ? നമ്മുടെ പുതിയ കൺട്രാക്ടാ. ആരാ? അപ്പുവാ? ആ അതെന്നെ. ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, അപ്പൊ അവനാ അവിടെ കാവല്. രാത്രിന്നില്ല പകരുന്നില്ല. അയാള് സൗകര്യത്തിന് മാറി കൊടുക്കണമെന്നേ. പക്ഷെ അതിങ്ങനെ കല്യാണം വരെ പോകുന്നു പ്രതീക്ഷിച്ചില്ല. ആ ഇത്താക്ക് എന്നെ പുറകിന്നാ കിട്ടി. പക്ഷെ ഞാൻ പുറകിന്ന് കളിക്കത്തില്ല. അതിന് ശങ്കുറപ്പ് വേണം. പിള്ളേച്ചൻ അവനോട് പറഞ്ഞാല് എന്റെ കൊക്കിൻ ജീവനുള്ള കാലത്തോളം ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കണമെന്ന്. യോസിറ്റിയെ നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എടാ ഇവൻ സമ്മതിക്കാനേ പള്ളിയിൽ വെച്ചാൽ ഇവനോടാണോ മനസ്സമ്മതം ചോദിക്കുന്നത്? അതറിയില്ലയോ പിള്ളച്ചേട്ടന്? എന്നാ കേട്ടോ, താൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട. പിന്നെ പള്ളിയിൽ അച്ഛനെന്നല്ല, തന്റെ അച്ഛൻ വരെ ഈ മാത്തുക്കുട്ടി ചായനോടും ജോസുട്ടോടും ചോദിച്ച കാര്യങ്ങൾ നടത്തൂ. മനസ്സിലായോ? മനസ്സിലായില്ല. എന്നാ ചായയുടെ പറ്റ എഴുതി വെച്ചാല് ഒരു തുകയാവുമ്പോ ഞാനൊരു രസീറ്റ് എഴുതി തരാം. അത് മനസ്സിലായോ? അവിടെ എഴുതിക്കണോ? അതിനോട് വേഗം കേട്ടിടാ. ചായ ഇത് ആരാ വന്നു നോക്കി? ആരാ? ഇന്നത്തെ കാര്യം പോക്കണം കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സൈക്കിൾ അച്ഛൻ ഈ മൈക്കിളുമായി എങ്ങോട്ട് പോകുന്നു? മാത്തുക്കുട്ടി, ഞാൻ നിന്നെ കാണാനാ ഇതോടി വന്നേ. പള്ളിയും പട്ടക്കാരനും ഒന്നും നിനക്ക് ആവശ്യമില്ലാതായി അല്ലേടാ? അച്ചോ, ഇപ്പൊ ഇവിടെ തന്നെയാ കുമ്പസാരം കുർബാന. അന്തിക്രിസ്തു, നീ ഒരു സത്യക്രിസ്ത്യാനിയല്ലേടാ? അതെ, ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അച്ചോ ഇപ്പോഴും പള്ളി പോകാത്തത്. പിന്നെ മാത്തുക്കുട്ടി, നീയും ഇസഹാക്കും തമ്മിൽ കശപിശയുണ്ടായി. ഇത്രമേലൊക്കെ ആയി. അത് ഇവിടം കൊണ്ട് തീരണം. ശത്രുത വെച്ചോണ്ടിരിക്കരുത്. അവൻ ഇത് ചെയ്തിട്ടില്ലടാ. ഒരിക്കലും ഇല്ല അച്ചോ. ശത്രുവിനെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക. പിന്നെ അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചു കാണും. ആ കുമ്പസാര രഹസ്യം പുറത്താക്കല്ലേ അച്ചോ. കുഞ്ഞാടിപ്പ പോയാട്ടെ, ഞങ്ങൾക്ക് 2-3 ശത്രുക്കൾ കൂടി സ്നേഹിക്കാനുണ്ട്. ദേ ഇങ്ങോട്ടേക്കേ, ആശുപത്രിയിലെ ബില്ല് എത്രയെന്ന് അറിയാമോ? ആ കടങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾക്ക് വീട്ടണം. ഇപ്പൊ മനസ്സിലായോ? എപ്പോഴും വല്ലപ്പോഴേക്കൊക്കെ ശുദ്ധിയായിരിക്കട്ടെ. പോത്തിന്റെ ചെവി കിന്നരം വായിക്കാൻ ഇനി ഇടവരുത്തല്ലേ എന്റെ കർത്താവേ. എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മീനാശി വെച്ചാൽ നല്ലവനാ. നിന്നെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. നായർകോവിലേക്ക് പോകുന്ന വഴി തക്കല പള്ളിയിലായപ്പോ നല്ല വരുമാനമുള്ള ഇടവകയാ. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ തിരിക്കാം. വേണ്ട, ഇന്ന് പോയാൽ രാത്രി വിഷമിക്കും. നാളെ രാവിലെ പോയാൽ മതി. മകളുടെ കല്യാണക്കാര്യമാണെന്ന് പറഞ്ഞാൽ അച്ഛൻ സഹായിക്കാതിരിക്കില്ല. പിന്നെ ഒന്ന് പഴപ്പിച്ചാ പൊങ്ങുന്ന പാർട്ടിയാ. അതുകൊണ്ട് നിന്റെ ഈ മുരട്ട് സ്വഭാവം ഒന്നും എടുക്കണ്ട. നല്ലവണ്ണം ഒന്ന് പഴപ്പിച്ചേ. എന്നാ ഇറങ്ങട്ടെ. ആ നിക്കേ, ഇത് വഴിച്ചെലവിനാ, മറ്റതിനല്ല. പോയിട്ട് വാ, പോയിട്ട് വാ. അപ്പൊ ഒറ്റ മറക്കണ്ട, പറഞ്ഞ മാതിരി. അയാളെന്നാ ഇവിടെ? അയാളെ ഞാൻ വിളിച്ചു വെച്ചാ. അന്നത്തെ നമ്മുടെ ആ കേസ് അയാളെ വീണ്ടും കുത്തിപ്പൊക്കാൻ പോകും. എന്നിട്ട് നീ എന്നാ പറഞ്ഞു? ഓ, ഒരു 10,000 രൂപ കൊടുത്ത് ഞാനത് ഒതുക്കി. ഇത്താക്കിയായിരുന്നു നീ കോടതിയിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നത് മോശമല്ലേ? എന്നാലും അത് വേണ്ടിയിരുന്നില്ല. അതൊക്കെ പോട്ടെ. എന്നാ ഈ രാത്രിയില്? രാവിലെ ഞാൻ യാത്ര പോവാ തക്കല പള്ളി വരെ. മൈക്കിളച്ചൻ പറഞ്ഞിട്ടാ. ഇത്തിരി കാറ്റിന്റെ കാര്യത്തിനാ. ചിലപ്പോ ഞാൻ മറ്റന്നാളെ വരും. കാശ് വല്ലതും വേണമെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ. ഏയ്, അത് ശരിയാവില്ല.
എല്ലാം കൂടെ ഒത്തു വന്ന കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടക്കും. ശരിക്കും കണക്കൂട്ടലുകളൊക്കെ ഉണ്ട്. ഞാനും ചിലതെല്ലാം കണക്ക് കൂട്ടിയിട്ടുണ്ട്. എന്നാ ഇറങ്ങട്ടെ. ഞാൻ വൈകിയ അവിടെയും കൂടെ ഒരു കണ്ണു വേണം. ചുറ്റും വൈരാഗ്യക്കാരാ. അത് പിന്നെ പറയണം. സാറാൻ വേണ്ടിയടി? എനിക്കറിയത്തില്ല. നീ നോക്കി എന്തിനാ? നിന്റെ അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. നീ വെച്ചോ, മരുന്നൊക്കെ വെച്ച് മേടിക്കാനുള്ളത്. വേണ്ട, നിന്റെ അമ്മച്ചിയോട് ഞാൻ തന്നു പറഞ്ഞാൽ മതി. അതുകൊണ്ടാ വേണ്ടെന്ന് പറഞ്ഞത്. അത് ശരി. ഈ കണക്കിന് പോയ ഇയാൾ എന്റെ കൈ കൊണ്ട് തല്ലുകൊണ്ട് ചാവുള്ളൂ. പേടിക്കുന്നേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? മാത്തുകുട്ടി, ഞാൻ ഇവിടെ വന്നിക്ക. നമ്മുടെ യൂണിയന്റെ മാസവരി തരാനായിട്ട് 5-8 പേര് എത്ര നേരെ കാത്തിക്കണമെന്നറിയോ? എവിടെയാ? അവിടെ അല്ല, ഇവിടെ അവിടെ. അങ്ങോട്ട് പോവാ. കുട്ടി എന്തിനാ അയാളോട് ആവശ്യമില്ലാണ്ട് ശൃംഗരിക്കാൻ നിക്കണേ? ഞാനൊന്നിനും പോയതല്ല. എന്നെ ഒന്ന് ശല്യപ്പെടുത്തി ഞാൻ എന്നാ ചെയ്യാനാ? ഈ ചിറ്റി കയ്യിലെടുത്തിട്ടേ പാറേനെ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ഒരു ഒറ്റയടി. മനസ്സിലായോ? അയാൾ ആളത്ര ശരിയൊന്നല്ല. അപ്പൊ ചോദിക്കും ഞാൻ എന്തിനാ അയാളുടെ കൂടെ നടക്കണേന്ന്. ജീവിക്കണ്ടേ? വേറൊരു വഴിയില്ലാത്തോണ്ടാ. ഇതൊക്കെ വെറും നമ്പർ മാത്രാ. അയാൾ ഇനി എന്തെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാ ഞാൻ പറഞ്ഞ മാതിരി ചെയ്യോ? കുട്ടീന്നൊന്നും മിണ്ടാത്തെ. ഞാൻ പറഞ്ഞ കേൾക്കോ? കർത്താവേ, താങ്ക് യു ഫോർ യുവർ കൈൻഡ്നസ്. ഞാൻ പറയണതും കേൾക്കാൻ ആളായി. നിനക്ക് ഞാൻ സ്പെഷ്യലായിട്ട് മെഴുതിരി കത്തിക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷായില്ലേ? ഞാൻ പോട്ടെ. പിന്നെ ഞാൻ പറയണത് കേട്ട് നടന്നില്ല. മുട്ടുകാലി ഞാൻ തല്ലോടിക്കാൻ. ആരാ? ചാച്ചനാ? ആരാ? ചാച്ച, ആരാ? അന്നൊക്കെ ഞാനൊരു നോട്ടപ്പുള്ളിയാ. എനിക്ക് നീയും. നിങ്ങൾക്ക് എന്നെ വേണം. എനിക്ക് നിന്നെ വേണം. നേതാവ് യൂണിയൻ പ്രവർത്തനത്തിന് വന്നതായിരിക്കും അല്ലേ? തന്തയിലടി അടിച്ച കൊന്നുകായി ഞാൻ. പോയി കിടന്നു. എനിക്ക് പേടിയാവുന്ന പോയിട്ട്. പേടിക്കണ്ട, ഞാനില്ല ഇവിടെ. മാമഴയിൽ നനയും യാമമായി ഒരു കുഞ്ഞു പുൽപ്പായി തനു തളരും നേരമായി ഇരുൾ മറമാറും നിലാവിൻ കൂട്ടിൽ കിനാക്കിളിൻ ചേക്കേറവേ കുളിർ പെയ്ത മാമഴയിൽ നനയും യാമമായി ഒരു കുഞ്ഞു പുൽപ്പായിൽ തനു തളരും നേരമായി. രാവാടമൂടും പൂപ്പെൺകിടാവിൻ നീയാകെ ഇന്നു നേർത്ത ശിശിര വിരൽ പൊതിയും പക്ഷി പാടും പാട്ടിന്റെ തൂവൽ താരാട്ടുപോലെ രാക്കോണിൽ മിഴിനീട്ടും വാർത്തിങ്കളെ ആലോലം തിരിതാട്ടുമോ
എന്നിലൊരു ശൃംഗാരഭാവം പൂന്തേലി വീശി നിൽക്കുമരിയൊരമൃത നിമിഷം ആരാരും മുത്താത്ത മുത്തല്ലയോ അനുരാഗ ശ്രുതിയല്ലയോ കുളിർ പെയ്ത മാമഴയിൽ നനയും യാമമാ ഒരു കുഞ്ഞു പുൽപ്പായിൽ തനു തളരും ഇരുൾ മറമാറും നിലാവിൻ കൂട്ടി കിനാക്കിളിയും ചേക്കേറവേ കുളിർ പെയ്ത മാമഴയിൽ നനയും യാമമാ ഒരു കുഞ്ഞു പുൽപ്പായിൽ തനു തളരും നേരമാ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. അപ്പോട്ടിന് മടയിൽ വന്നിട്ട് എത്ര ദിവസമായി, എത്ര ലോഡ് പോകുന്നു, എത്ര രൂപ വരുന്നതിനെ പറ്റി അപ്പോട്ടിന് എന്തെങ്കിലും വിചാരമുണ്ടോ? ആ അതൊക്കെ പോട്ടെ, അപ്പോട്ടിന് എന്തിനാ ഇവിടെ വന്ന കാര്യം പോലും മറന്നു. തൊലി വെളുത്തൊരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ വീണുപോയി എന്നാ നീ വിചാരിച്ചേ? നിനക്ക് തെറ്റിപ്പോയി. ഞാൻ ചവച്ചരച്ച ചണ്ടി ആ പഴയ മുതുക്കം പോലീസിന്റെ മുന്നിൽ എറിയാനുള്ള ഒരു തയ്യാറെടുപ്പേ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞു. പ്രേമത്തിന്റെ മൂർച്ഛനത്തിൽ അവളെല്ലാം മറന്നു. അവളെ തന്നെ. അധികം വൈകാതെ ഇത്താക്ക് പോലീസ് എന്റെ മുമ്പിൽ വരും. കല്യാണം വൈകിയാൽ മാനം പോകുമെന്ന് അറിയിക്കാൻ. അപ്പോഴും ഞാൻ അയാളെ ഒന്നും ചെയ്യില്ല. ഒരല്പം കൂടെ ഉയർത്തിയിട്ട് താഴേക്കിടും. ഉയരം കൂടുന്തോറും വീഴ്ച കാണാൻ ഒരു സുഖം ഉണ്ടാവും. മനസ്സ് നിറയുന്ന സുഖം. ചാച്ചാ, കുറച്ചു കഴിഞ്ഞ് കിടക്കാം. ഇതിലെ കല്ലും പൊടിയൊക്കെ ഒന്ന് മാറ്റിക്കേ. പാറോടെ നിന്ന് വരുന്ന വഴിക്ക് ഷാപ്പിൽ കയറി കണ്ടോ അടിച്ചോണ്ട് വന്നിരുന്നത് എനിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഓ പിന്നെ, കള്ളുകൂടി ഒന്ന് ജീവിതകാലം മുഴുവൻ നിർത്താൻ പോവല്ലേ? എനിക്ക് അറിഞ്ഞൂടെ എന്റെ ചാച്ചനെ? ഏയ്, ഇത് പഴയതൊലൊന്നും അല്ല. എന്റെ കല്യാണം കഴിയുന്നവർ ഇനി ഞാൻ കുടിക്കുകയല്ല. കർത്താവാണ് സത്യം. ആ പിന്നെ ഇന്ന് ഞാൻ മൈക്കിളത്തിനെ കണ്ടിരുന്നു. കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞപ്പോ 50 നോമ്പ് കഴിയാണ്ട് പറ്റത്തില്ലെന്ന് ഒരേ വാശി അച്ഛന്. നോമ്പി കല്യാണം നടത്തി ആകാശം ഒടിഞ്ഞു വിടുമായിരിക്കും. ആ ഈനാശുപത്രിന് ഇതുവരെ കത്തയക്കാൻ കഴിഞ്ഞില്ല. കാശ് എന്നിട്ട് 1 മാസമായി. ആ ഇനിയിപ്പോ കല്യാണക്കുറിയും കത്തുമൊക്കെ ഒരുമിച്ച് അയക്കാം. അല്ലയോ? നിന്റെ അപ്പൂട്ടിന് എങ്ങനെ ആള്? കണ്ടാ ഒരു മുൻകോപിയാണെന്നേ തോന്നും. പാവ, കാണുമ്പോ ചട്ടമ്പിടി ലക്ഷണ. ഞാനെന്ന് പറഞ്ഞ ജീവനാ. ഇപ്പൊ ഒരു ദിവസം കൂടി എന്നെ കാണാതിരുന്ന പുള്ളിക്ക് ഉറക്കം വരില്ല. നിനക്കോ? അത് ചോദിച്ചപ്പോ പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? പറ പറ, ഒന്ന് പോടി ഓടുന്നത്. ചെല്ലടി. വണ്ടി അവിടെ നിർത്താത്തെന്താ? എന്തിനാന്നോ? ഒരു പെണ്ണിനെ കണ്ട അവിടെ ചാടി ഇറങ്ങുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അതില്ല. എല്ലാ പെണ്ണുങ്ങളും പോലെയാണോ എന്നെയും കണ്ടേക്കുന്നത്? ഏയ്, നീ പുണ്യമതിയല്ലേ. നന്മകൾ മാത്രം ചെയ്ത അപ്പന്റെ നന്മ നിറഞ്ഞ മകൾ. അപ്പോട്ടൻ തമാശ പറയാ? തമാശയോ? എല്ലാം ഒരു തമാശയല്ലേ? അപ്പോട്ടൻ എന്നാ പറഞ്ഞ? അത് എന്തിനു വെറുതെ നടക്കുന്നേ? വീട്ടിൽ കൊണ്ടുവന്ന് വിടാന്ന്. നിനക്കൂടെ പോകാൻ പാടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു അത് കല്യാണം കഴിഞ്ഞ് മതിയെന്ന്. എന്നാലും നിനക്ക് ചെറിയൊരു ആശ ഉണ്ടായിരുന്നല്ലേ? എന്താ ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് ആലോചിക്കാൻ എവിടെ നേരല്ലേ? തമാശ പറയുന്നു. ഇവിടെ വന്ന കാലത്ത് എന്നാ പവറായിരുന്നു. നമ്മളൊന്നും മൈൻഡ് ചെയ്യത്തോലും ഇല്ലായിരുന്നു. അത് പിന്നെ വന്നു കയറിയാണ് മൈൻഡ് ചെയ്യാൻ പറ്റൂ. പിന്നെ മൈൻഡ് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് സമയമൊക്കെ വേണ്ടേ? ഇതാ കഥയിൽ പറയുമ്പോ
ഞാൻ പോവാ സാറേ, നമുക്ക് പിന്നെ കാണാം. ഞാൻ വന്നത് ശല്യമായല്ലേ? അപ്പൊ എന്നത്തിന് ഇവളുമാരോടൊക്കെ വർത്താനം പറയാൻ പോകുന്നേ? എന്തോ കുഴപ്പം? അപ്പോട്ടാ ഞാൻ ആരോടൊക്കെ വർത്താനം പറഞ്ഞു തീരുമാനിക്കാൻ നീ എന്റെ കെട്ടിയോളൊന്നുമല്ലോ. അത് നാട്ടുകാരറിഞ്ഞ് കിട്ടിയ ശേഷം മതി നിന്റെ ഭരണമൊക്കെ, മനസ്സിലായോ? അതുവരെ നീ അവളൊക്കെ എനിക്ക് ഒരുപോലെയാ. അമ്പത് നോമ്പ് കഴിഞ്ഞ ഉടനെ കല്യാണം നടത്താമെന്നാ മൈക്കിളച്ചൻ പറയുന്നത്. എന്റെ സൗകര്യം കൂടെ അറിയാമല്ലോ എന്ന് കരുതിയ. ഈ 30-നാ 50 നോമ്പ് കഴിയുന്നത്. അത് കഴിഞ്ഞ ഉടനെ ഉള്ള ഏതെങ്കിലും തീയതിക്ക്. അല്ല അത് വരട്ടെ, ഞാനിന്ന് കുറച്ച് ദൂരെ ഒരു യാത്ര പോവാ. പോയി വന്നിട്ട് തീയതിയൊക്കെ തീരുമാനിക്കാം. ബാക്കി ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ. ആ അപ്പോ പോയിട്ട് ഇനി എന്നാ മടക്കം? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ആ എനിക്കിവിടെ വന്നല്ലേ പറ്റൂ. ആ. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെ അതെ, ഇക്കാലത്തൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ എന്നാ ഒരുക്കങ്ങളാ. അത് ഒറ്റയ്ക്ക് ഓടി നടത്തും. എന്നാലും ഒടുവിൽ പരാതിയാണ്. ആ നീ വന്നാ ഉടനെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കണം. ഉം. 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 നമുക്കിങ്ങനെ കല്ലെടുത്ത് ഇങ്ങനെ എറിഞ്ഞു കളിക്കാം. സിസ്റ്ററെ, കല്യാണം കുറച്ചെന്ന് കേട്ടു. വരൻ നമ്മുടെ കോൺട്രാക്ട് ആണല്ലേ? ബെസ്റ്റ് മനുഷ്യനാ. ഞാനൊരു കല്യാണ സഹായ ഫണ്ട് പിരിച്ചാലെന്ന് ആലോചിക്കുക. അതൊന്നും വേണ്ട. കുട്ടിക്ക് വേണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് പിരിച്ചൂടെ? ആ പിന്നെ ഒരു കാര്യം, കുട്ടി ഇന്നാ നാളെ കല്യാണം കഴിഞ്ഞു പോകും. കുട്ടിയുടെ ഫ്രണ്ട് ജാൻസിയോട് പറഞ്ഞ് കല്യാണത്തിന് വേണ്ട താല്പര്യം കാണിക്കാനും അതിന് വേണ്ട തയ്യാറെടുക്കാനൊന്ന് പറയണം. അല്ല, ഞാനിവിടെ ഇച്ചിരി കാലമായി ഇങ്ങനെ ചിറ്റിത്തിരിയാ. ഒരു ലൈഫ് സ്പോൺസർ ചെയ്ത് രസീത് എഴുതാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാ. സുമംഗലി നീ ഓർമ്മിക്കുമോ? ഈ വീഴ്ച എനിക്ക് പോടാ, എന്നിട്ട് പോടാ പോടാ. ചാച്ചാ ആ അവൻ എന്നാ പറഞ്ഞൊന്നും അറിയാണ്ട് അവിടെ ഇരിപ്പുറക്കത്തില്ലായിരിക്കും അല്ലയോ? പോ ചാച്ചാ. എന്നാ പറയാം കേട്ടോ. കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. തീയതി അവൻ വന്നിട്ട് തീരുമാനിക്കാം. അപ്പോട്ട് എവിടെ പോവാ? ആ എങ്ങാണ്ട് ദൂരയാത്രയ്ക്ക് പോവാന്നാ പറഞ്ഞേ. അപ്പോട്ട് എവിടെ പോവാ? ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എവിടെ നിന്നോ ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇനി മറ്റൊരിടത്തേക്ക്. എന്നെ അപ്പോട്ട് എങ്ങനെ? സമയം അടുത്തില്ലേ, ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചാച്ച നോക്കിക്കോളും. പോരാ, എനിക്കൊന്ന് ഒരുങ്ങണം. കുറച്ച് കടങ്ങൾ അതൊന്ന് വീട്ടണം. ഒരു പുതിയ തുടക്കമാകുമ്പോ ഒന്നും ബാക്കി വെക്കാൻ പാടില്ലല്ലോ. ഞാനും വരട്ടെ? എങ്ങോട്ട്? അപ്പോട്ടും പോകുന്നിടത്തേക്ക്. വേണ്ട, നീ കൂടെ വന്നാൽ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിലോ? അങ്ങനെയായ പിന്നെ ഇവിടുത്തെ കുറെ ബാധ്യതകൾ ഒക്കെ പ്രശ്നമാവില്ലേ? അപ്പോട്ടിന് എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കിപ്പോ ഒന്നും മനസ്സിലാവില്ല. ഒന്നും. സലോമേ, നിനക്ക് കുറച്ച് തുണിയെടുത്തു. ഈനാശ് വെച്ച് നന്ന കാശ് അച്ഛൻ വാങ്ങിച്ചു വച്ചിരിക്കുക. അതായാലും നന്നായി. എന്റെ ഇരുന്നാ ശരിയാവുകയില്ല. നിനക്കെന്നാ ഒരു വല്ലായ്മ? അപ്പു പോയനാ? അവ ഇനി വരത്തില്ലേടി? ചാച്ചന് തുണിയൊന്നും എടുത്തില്ലേ? ഓ എനിക്കെന്നാത്തിനാ, ഇതൊക്കെ മതി. നീ തുണികളെ കൊള്ളാമെന്ന് നോക്കി. ചാച്ചന് തുണി എടുക്കാനൊന്നും അറിയാൻ മേല. മോളെന്നെ വഴക്ക് പറയല്ലേ. ചാച്ചന് കുടിയാതിരി വെള്ളം ഇങ്ങി എടുത്തേ. ചെല്ലേ. നല്ല കടുപ്പത്തിൽ ചായങ്ങന്നേ. മോടെ കല്യാണമൊക്കെ എവിടം വരെ ആയിട്ടാക്കെ? ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കോൺട്രാക്ടർ തന്നെയാണോ ചെറുക്കനെന്നൊന്ന് ചോദിച്ച പിള്ളാച്ചാ? ഇത്താക്കിന്റെ മോക്കൊരു കല്യാണം തീരുമാനിച്ചാൽ അത് നടക്കും. ഈ പരദൂഷണം പറഞ്ഞു നടക്കുന്ന ചെറ്റകളൊക്കെ എന്റെ പൊരയെ വന്ന് ഞണ്ണിയേച്ച് പോന്ന് ഞാൻ കാണിച്ചു തരാൻ പിള്ളാച്ചാ. അങ്ങനെ വെറുതെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരുന്നു
അപ്പു ഇനി വരത്തില്ല. ഈ കല്യാണം ഓട്ടോ നടക്കാനും പോണില്ല. എന്നോടുള്ള ദേഷ്യം കാട്ടേണ്ടത് കണ്ടുപിടിച്ച് അവരുടെ അതാ ആണത്തം. ചാച്ചൻ കഞ്ഞി കുടിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ചാച്ചന് ഇതെന്നാ പറ്റി? ഇന്ന് മടയിലും പോയില്ല. പിന്നെ പോകാൻ വേണ്ടി അല്ലേലും ചോദിക്കുക. വൈകിട്ട് കവലയിലോട്ട് ഇറങ്ങിയതുമില്ല. ചാച്ചൻ എന്നെ ആലോചിക്കുന്നേ? ഓ, ഒന്നുമില്ല. അല്ല, ചാച്ചൻ എന്തോ പറ്റിട്ടുണ്ട്. അത് ദേഹത്തിനൊരു വല്ലായിക പോലെ. കുറച്ച് ചുക്കാപ്പ് ഇടട്ടെ ചാച്ച? വേണ്ട, നീ പായിങ്ങെടുക്ക്, ഞാൻ വരാന്തേ കിടന്നോളാം. വേണ്ട വേണ്ട, നല്ല മഞ്ഞുണ്ട്. ചാച്ചൻ അകത്ത് കിടന്നാ മതി. അതൊന്നും സാരമില്ല മോളെ. കരയില്ലേ മക്കളെ, നിനക്ക് ചാച്ചനില്ലേ? നീ കാര്യം എന്താന്ന് വെച്ച് പറയണേ. എന്റെ കല്യാണമാ. തീയതി നിശ്ചയിച്ചു? അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങ് പോവാ. ആളെ നിനക്കറിയാം, ജോസൂട്ടി. എന്റെ പുറകെ ഒരുപാട് നടന്നു. അന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി അയാൾക്ക് എന്നോടുള്ള സ്നേഹം. എല്ലാരും സാറേ കാണുന്ന കണ്ണുകൊണ്ട് എന്നെ നോക്കിയപ്പോ അയാൾ ശരിക്കും എന്നെ സ്നേഹിക്കായിരുന്നു. ഒരുപാട് ചീത്തത്തരങ്ങളുള്ള ആളാണ് ജോസൂട്ടിന്ന് എല്ലാരും പറയും. പക്ഷേ എന്നെ ഒന്ന് തൊടാൻ പോലും അയാൾ ഒരിക്കലും കൂട്ടാക്കിയിട്ടില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നാം വിശ്വസിക്കേണ്ടത്. അല്ലേടി? എപ്പോഴാ പോവാ? ഇന്ന് രാത്രി വണ്ടിക്ക്. എവിടെയാ ഉള്ളതെന്ന് വെച്ചാ ഞാൻ കത്തയക്കാം. നിന്റെ കല്യാണം അറിയിക്കണം. ഞങ്ങൾ വരും. എവിടെയായിരുന്നാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്താക്കേട്ട് ഇതുവരെ പോയില്ലേ? ഇല്ല. അപ്പോ എന്ന് വരുമെന്ന് അറിയോ നിനക്ക്? ആ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത് അപ്പോഴൊരു പതിവാ. എവിടെ പോയെന്നറിയോ? കണക്ക് മുഴുവൻ തെറ്റി. ആ, ഇത്താക്കണ്ണ എന്നാ ചോദിച്ചേ? ഏയ്, ഒന്നുമില്ല. നീ ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ? ആ, ഇല്ല. ഇത്താക്കേട്ട് നടന്നോ? സലോബിയേ, എന്താ മക്കളെ എണീക്കാത്തെ? പാല് കൊണ്ടുപോയി കൊടുക്കണ്ടായോ? നിനക്കെന്നാ ഒരു വല്ലായിക? പനിയുണ്ടോ? ഇല്ല ചാച്ച, എനിക്കൊന്നുമില്ല. നീ എങ്ങോട്ട് പോവാ? ആ, ഞാൻ തിരിച്ചു പോവാ. ഇനി അപ്പോട്ടം വരുമെന്ന് എനിക്ക് തോന്നില്ല. നിക്ക്, അപ്പു എവിടെ ഉണ്ടെന്ന് നിനക്കറിയാമോ? ആ, പോയിട്ട് ഇതുവരെ ഒരു വിവരമില്ല. എങ്ങോട്ടാ പോണെന്ന് പറയൂല. ഇത് പതിവാ.
അല്ല, അപ്പോ കല്യാണത്തിന്റെ കാര്യം? ഓ, അത് നടക്കുമെന്ന് ഇനി തോന്നില്ല. ചെല്ലുന്നിടത്തൊക്കെ ഓരോ കുറ്റി വയ്ക്കുക അപ്പുവേട്ടന്റെ പതിവാ. ഇതും അത് തന്നെ. വിട്, ബഹളം വെച്ച നാണക്കേട് ഇത്താക്കിയിരുന്ന അധികം ആളുകൾ അറിയുന്നതിന് മുമ്പ് മോക്കൊരുത്തനെ കണ്ടുപിടിക്കാൻ നോക്ക്. അതാ നല്ലത്. ഇതെന്നാ ചാച്ചാ? എനിക്കെവിടെയൊക്കെയോ തെറ്റിപ്പോയതുപോലെ വെറുതെ ഓരോന്ന് വിചാരിച്ചു. നിന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് ആശിപ്പിച്ചു. പലരും പറയുന്നത് കേൾക്കുമ്പോ എനിക്കും തോന്നുന്നു എന്തോ ഒരു പന്തികേട്. പറ മോളെ, നമുക്ക് ഇനിയും സമയമുണ്ട്. പറ, അപ്പുവിനെ തന്നെ വേണോ? എല്ലാം അറിഞ്ഞുകൊണ്ട് ആശിപ്പിച്ചിട്ട് എന്താ ചാച്ച ഇങ്ങനെ? ചാച്ചൻ ഇത്രയും കാലം ഒന്നിനും ആരുടെ മുമ്പിലും തല കുനിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ അത് വേണോ മോളെ? എനിക്ക് പറ മോളെ. വേണം. എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന് എനിക്ക് അപ്പോട്ടിന് വേണം ചാച്ച. സലോമി, വിശേഷം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളി. ഇത്താക്ക് അപ്പൂപ്പനാവാൻ പോകുന്നേ. നേരാണോടോ ഗോപാല? ഇല്ലാത്ത കാര്യങ്ങൾ വല്ലതും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? രോമിക്ക് 3.5 മാസം ഗർഭം. അയ്യോ, പറ വിശദമായി പറയടാ. ഓ, ഇനിയിപ്പോ എന്തോ വിശദമാക്കാനാ? 10 മാസം കഴിയുമ്പം തരും, അത്ര തന്നെ. ആ ഇത്താക്കിന് ഇത് വേണം. ശരിയാക്കുന്ന ഭൂതമല്ലായിരുന്നോ? എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? കണ്ടാക്ക് മൂങ്ങയും ചെയ്തു. എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ ഉൾപ്പെടെ എത്ര ചൊടയുള്ള ആണുങ്ങളായി അരിവാരത്തുള്ളത്. അത് അവക്കും കൂടി തോന്നുന്നുണ്ടായോ ഗോപാല? ഓരോരുത്തന്മാരുടെ ഓരോ യോഗമേ. ആ ജാൻസി അടിച്ചോട്ട് ജോസൂട്ടി സ്ഥലം വിട്ടു. നമുക്ക് ഈ കറവയും കച്ചവടം അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അമ്മേ. മോനെ, നീ ഇതെവിടെ ആയിരുന്നടാ? ഞാൻ എന്തുമാത്രം വിഷമിച്ചു നിനക്കറിയാമോ? സലൂമി നിന്നെ കാത്തിരിക്കുക. ഞാനും വരാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ട, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇപ്പോഴല്ല, ഇവിടെ വെച്ചുമല്ല. സമയമാകുമ്പോ പറയാം. ഒന്ന് വേഗം ആകട്ടോ. അച്ചോ, എന്താടാ അച്ചോ, എന്താടാ വിളിച്ചു കൂന്നേ? അച്ചോ, അവൻ വന്നു. അപ്പു എവിടെ? പാറമടയിലുണ്ട്. എനിക്ക് അവനെ ഒറ്റയ്ക്ക് എന്നെ കാണാൻ മേല. ചിലപ്പോ എന്നെ നിയന്ത്രണം വിട്ടുപോകും.
അച്ഛൻ എന്റെ കൂടെ ഒന്ന് വരണം. എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. മോനെ അപ്പു. എന്താ അപ്പു നീ ഒന്നും മിണ്ടാത്തെ? അച്ഛോ, എവിടെയാ തുടങ്ങേണ്ടതെന്ന് ആലോചിക്കാൻ. തുടക്കം ഞാൻ ആരും തന്നെ ആവാം, അല്ലേ? 8-ാം വയസ്സിൽ ജീവിതത്തിന്റെ അർത്ഥവും കണക്കും ഒക്കെ നഷ്ടപ്പെട്ടവനാ അച്ഛോ ഈ അപ്പു. PC 610 എന്ന പഴയ ഇത്താക്ക് പോലീസിന്റെ ജീവിതം കൂടി ചേർത്താലേ ഞാനെന്ന അപ്പുവിന്റെ കഥ പൂർത്തിയാകൂ. ഓർമ്മകളിൽ ഒരിടത്തും ഈ മുഖം നിനക്ക് കാണാൻ പറ്റില്ല. കാലം എന്നെ ഒരുപാട് മാറ്റി. പക്ഷേ എന്റെ മനസ്സിൽ മായാതെ നിന്നത് ഇത്താക്ക് പോലീസിന്റെ വൃത്തികെട്ട ഈ മുഖം മാത്രമാണ്. കാക്കിയുടെ ബലത്തിൽ നീ വെട്ടിക്കൊന്നിറങ്ങിയ ജോർജ് കുട്ടി ഓർമ്മയുണ്ടോ നിനക്ക്? കാമപറി പൂണ്ടുന്ന നിന്റെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിച്ച വിജയമത്തം പുരാട്ടി ഓർമ്മയുണ്ടോ നിനക്ക്? ആ ചോരയാടാ ഞാൻ. നിന്റെ ചോരയെടുത്ത് പകരം വീട്ടാൻ അവസരം കാത്തു നിന്ന അന്നത്തെ 8 വയസ്സുകാരൻ അപ്പോടാ ഞാൻ. അപ്പോ ഇത്രയും കാലം നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അതെ, എന്റെ ജീവിതം ചവിട്ടിയരച്ച നിനക്ക് ഞാൻ തിരിച്ചു തരുന്ന ചതി. ഒരുപാട് ആഗ്രഹങ്ങളുമായി ജീവിതം തുടങ്ങിയ എന്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടി ഞാൻ തിരിച്ചു തരുന്ന ചതി. കർത്താവേ, ഇല്ലച്ചോ, കർത്താവിന് പോലും രക്ഷിക്കാനാവില്ല. നിയമം നിന്നെ ശിക്ഷിച്ചിരിക്കാം, പക്ഷേ എന്റെ നിയമം, എന്റെ കോടതി നിന്നെ കാത്തിരിക്കുന്നു. ശിക്ഷിക്കാൻ ഇനിയും സമയമായിട്ടില്ല. ആ ശിക്ഷയ്ക്ക് നിനക്ക് ഞാൻ തരുന്ന അവധി കേവലം ഒരു ഔദാര്യം മാത്രം. എന്തിനാണെന്നോ? ഇത്താക്കിന്റെ മോള് തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കണം, പിന്നെ ഒരു തേവിടിശയായിട്ട് അടിവാര തലയണം. അത് കണ്ട് ഭ്രാന്തനായി നീ എന്റെ മുന്നിലെത്തും. അന്ന് എന്റെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ. എനിക്കൊന്നും കേക്കണ്ട. എനിക്ക് ആരും കാണണ്ട. എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജയിച്ചു എന്ന് തോന്നലുണ്ടാവും, അല്ലേ? ആണത്തുമുണ്ടെന്ന് കരുതി ആ ഒരു നിമിഷം മാത്രം എനിക്ക് തെറ്റി. എന്റെ ഒരു ആത്മഹത്യയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞാനൊരു പെണ്ണാ, ഞാൻ ജീവിക്കും. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ചത്തെന്ന് വിചാരിച്ച് ഞാൻ ജീവിക്കും. എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയ ശേഷം ഞാൻ മാറുകയായിരുന്നു. മാറി, ഒത്തിരി മാറി. തിരിഞ്ഞു നോക്കിയാൽ ഇതെന്റെ 2ാം ജന്മമാണ്. എന്നും രാത്രി ഞാൻ ഒഴിക്കിയ കണ്ണീര് എത്രയാണെന്ന് അച്ഛനറിയൂ? ഒരു കടലോളം. അതിലെന്റെ പാപങ്ങളൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടെന്ന് പലപ്പോഴും അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ഇല്ലച്ചോ, ആ വിശ്വാസം ഇത്താക്കിനെ രക്ഷിക്കുന്നില്ല. മതി, ഈ ജന്മം എനിക്ക് മതിയായി. ഇത്രയും നാളും എന്നെ പറ്റിക്കുകയായിരുന്നു. ഇനി എനിക്കിത് വേണ്ടച്ചോ, വേണ്ട. ഞാൻ പോവാ. ഇസഹാക്കേ, തടയരുത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ. ഞാൻ പോവാ പഴയ ഇത്താക്കിലേക്ക്. അങ്ങനെ ആവാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, സമ്മതിക്കുകയില്ല. ഞാൻ തിരിച്ചു വന്നാൽ അവൻ നിനക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം.
അച്ഛൻ തിരിച്ചു വരാതിരിക്കാൻ പ്രാർത്ഥിക്കേ. ഞാൻ കൊന്നവൻ തന്നെ നിന്റെ തന്തയെങ്കിൽ ഇറങ്ങി വാടാ. എന്റെ മോളെ ചതിച്ചിട്ട് നീ അടിവാരം വിടാമെന്ന് വിചാരിക്കണ്ട. അപ്പോ